ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നു മുതൽ ശ്രീമദ് ഭാഗവതം തുടരുകയാണ്. നമ്മൾ ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊന്ന് കാത്തിരിക്കാം, അല്ലേ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതം ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനി. നമാചാര്യപാദായ ഹിതായ കൃപപ്രദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീവാർഷഭാനവീ ദേവീ ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരതവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരദ്വിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോ പങ്കോർമമ മന്ദമതേർഗതിമത്സർവസ്വ പാദാംബോജോ രാധാമദനമോഹനോ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാനഭിസേവ്യമാനോ സ്മരാമി. ശ്രീമന്ദസരസാരംഭീമം ശ്രീവടത്തടസ്ഥിത കർഷൻ വേണുസ്മനേർഗോപിർഗോപീനാഥ ശ്രീസ്തുനാ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാം രാം ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ
ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം മൂന്നാമത്തെ സ്കന്ധം നമ്മൾ എടുക്കാൻ പോകുന്നത് 20ാമത്തെ അധ്യായമാണ്. വരാഹസ്വാമിയും ഹിരണ്യാക്ഷനുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് അതിനെ തുടർന്നുള്ള അധ്യായങ്ങളാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത്രയും നാളത്തെ സത്സംഗത്തിലൂടെ നമ്മൾ ഏകദേശം 5ാമത്തെ സ്കന്ധം വരെ എത്തിയിരുന്നു. പക്ഷെ വീണ്ടും നമ്മൾ ആദ്യം മുതൽ ഒന്നും കൂടെ ആരംഭിച്ചിരുന്നു, സത്സംഗത്തിൻ്റെ കുറച്ച് ഗ്യാപ്പ് വന്ന സമയത്ത്. അതുകൊണ്ട് 3ാമത്തെ സ്കന്ധം വരെ എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരുടെ ഉള്ളിലും ആ ഒരു കേട്ട കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഹിരണ്യാക്ഷ വധത്തിന് ശേഷമുള്ള കാര്യങ്ങൾ, കർദമ പ്രജാപതിയുടെയും ദേവഹൂതി ദേവിയുടെയും ആ ഒരു ചരിതം, കപിലമുനിയുടെ ആ ചരിതം, കപിലമുനിയുടെ ശിക്ഷണങ്ങൾ, അവിടെ വെച്ചാണ് ശ്രീമദ് ഭാഗവതം നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് 3ാമത്തെ സ്കന്ധം 20ാമത്തെ അധ്യായം. ഓക്കെ, ഈ ഒരു 20ാമത്തെ അധ്യായത്തിൽ 53 ശ്ലോകങ്ങളുണ്ട്. കഴിയുന്നതും ഒരു സത്സംഗത്തിൽ നമ്മൾ ആ ഒരു അധ്യായം കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ 20ാമത്തെ അധ്യായത്തിൽ നമുക്ക് ചർച്ച തുടരാം. ഈ ഒരു അധ്യായത്തിൽ മൈത്രേയ ഋഷിയും വിതുരരുമായിട്ടുള്ളൊരു സംവാദമാണ്. അന്നേരം ഇതെങ്ങനെ തുടങ്ങിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദുര്യോധനൻ വിതുരരെ കൊട്ടാരത്തിൽ നിന്നും പറഞ്ഞയക്കുകയാണ്. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷേ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുമല്ലോ എന്ന് വിതുരർ ചിന്തിച്ചു. അങ്ങനെ പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിച്ച് യമുനാ തീരത്ത് ഒരിക്കൽ എത്തുമ്പോൾ ഉദ്ധവരെ കാണുകയാണ്. ഭഗവാനെക്കുറിച്ച് ചോദിക്കുന്നു. അന്നേരം ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന് കേൾക്കുന്നു. ഒരുപാട് വിഷമമായി വിതുരർക്ക്. ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് ഒരുപാട് കരഞ്ഞു വിതുരരും ഉദ്ധവരും. അപ്പോൾ ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അങ്ങേയടുത്ത് പറഞ്ഞു തരാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് മൈത്രേയ ഋഷി പറഞ്ഞു തരും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് കാരണം മൈത്രേയ ഋഷിയും അവിടെ ഉണ്ടായിരുന്നു. ഭഗവാൻ ഈ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന സമയത്ത് ഉദ്ധവരോടൊപ്പം മൈത്രേയ ഋഷിയും ഉണ്ടായിരുന്നു. പിന്നെ ആ ഉദ്ധവരും മൈത്രേയ ഋഷിയും വിതുരരുമായിട്ടുള്ള ആ ചർച്ച, ഉദ്ധവരും വിതുരരുമായിട്ടുള്ള ചർച്ച, അന്നേരം ഇങ്ങനെ പല പല ഭക്തർ തമ്മിലുള്ള ചർച്ചകൾ ശുകദേവ ഗോസ്വാമി ശുകബ്രഹ്മ ഋഷി പരീക്ഷിത് മഹാരാജിന് പറഞ്ഞു കൊടുക്കുക. അത് തന്നെയാണ് സൂത ഗോസ്വാമി ശൗനകാദി ഋഷികൾക്ക് നൈമിഷാരണ്യ വനത്തിൽ വെച്ച് ഉപദേശിച്ചു കൊടുത്തത്. നമുക്ക് ആരംഭിക്കാം. 20ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. ശൗനക ഉവാച മഹീം പ്രതിഷ്ഠാമധ്യസ്യ സൗതേ സ്വയംഭുവോ മനു കാളീ അൻവിതഷ്ടദ്വാരാദി മാർഗയാവര ജന്മനാം. ശൗനക ഋഷി പറയുകയാണ് സൂതഗോസ്വാമി, അതായത് സൂതഗോസ്വാമി സൂതഋഷി ശൗനകാദി ഋഷികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഭാഗവതം. ശുകബ്രഹ്മ ഋഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത അതേ ഭാഗവതം സൂതഋഷി ശൗനകാദി ഋഷികൾക്ക് ഉപദേശിച്ചു കൊടുക്കുക. അന്നേരം ശൗനകാദി ഋഷികൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആരോട്? സൂതഋഷി. എന്താണ്? ഭൂമിയെ വീണ്ടും ആ പഴയ സ്ഥാനത്ത് ഇരുത്തിയതിന് ശേഷം സ്വയംഭൂ മനു മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്തത്? അന്നേരം മനുഷ്യവംശം ആരംഭിക്കുന്ന മനുവിൽ നിന്നാണ്. സ്വയംഭൂ മനു.
ഇങ്ങനെ ഓരോ മന്വന്തരങ്ങളുണ്ട്. ആ മന്വന്തരങ്ങൾ എന്ന് പറയുന്നത് ഈ 71 ചതുർയുഗമാണ്. അന്നേരം അതായത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അങ്ങനെ 71 സൈക്കിൾ ആവുമ്പോഴാണ് ഒരു മന്വന്തരം ആവുന്നത്. ഇങ്ങനെ ഒരു ബ്രഹ്മദേവൻ്റെ ഒരു ദിവസത്തിൽ 14 മന്വന്തരങ്ങളുണ്ട്. അന്നേരം ഇത് ഈ കൽപ്പത്തിലെ ആദ്യത്തെ മന്വന്തരം. ഈ കൽപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മദേവൻ്റെ ദിവസം. അന്നേരം ഇതിലെ ആദ്യത്തെ മന്വന്തരത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ വർണ്ണിച്ചത്. അതായത് സ്വയംഭവ മനുവിനെ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടാനായിട്ട് ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചപ്പോൾ ഭൂമണ്ഡലം അവിടെ ഗർഭജലത്തിൽ പോയി വീണ് കിടക്കുകയായിരുന്നു. അന്നേരം നമ്മുടെ ഭൂമി മാത്രമല്ല, വലിയൊരു പ്രദേശം, സപ്തസമുദ്രങ്ങളും സപ്തദ്വീപുകളും അടങ്ങിയ വലിയൊരു പ്രദേശം, ഇത് മൊത്തത്തിലാണ് പോയി വീണത്. അപ്പോൾ ഇവിടെ സ്വയംഭൂ മനു ബ്രഹ്മദേവനോട് അഭ്യർത്ഥിക്കുകയാണ്, ബ്രഹ്മദേവൻ ഞാൻ എങ്ങനെ സൃഷ്ടി മുന്നോട്ട് കൊണ്ടുപോകും, കാരണം ഭൂമണ്ഡലമേ ഇല്ല. അപ്പോൾ ബ്രഹ്മദേവൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ബ്രഹ്മദേവൻ്റെ നാസികയിൽ നിന്നും വരാഹസ്വാമി വരുന്നത്. അപ്പോൾ വീണ്ടും വരാഹസ്വാമി വന്ന് ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്തു. ഭൂമിയെ ദേവിയെ ഗർഭജലത്തിൽ നിന്ന് ഉയർത്തി പഴയ സ്ഥാനത്ത് വയ്ക്കുകയാണ്. അതിനുശേഷം സ്വയംഭൂ മനു എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. ക്ഷതാ മഹാഭാഗവത കൃഷ്ണസൈകാന്തികസുഹൃത് യസ്തത്യാജാഗരജം കൃഷ്ണേ സപത്യം ഭഗവാനിധി. ശൗനക ഋഷി പറഞ്ഞു, വിദുരരെ കുറിച്ച് ചോദിച്ചു. വിദുരർ ഭഗവാന്റെ വലിയ ഭക്തനാണ്, ഭഗവാന്റെ സുഹൃത്തുമാണ്. അദ്ദേഹം ധൃതരാഷ്ട്രനെല്ലാം ഉപേക്ഷിച്ച്, കാരണം ഭഗവാന് വിരുദ്ധമായിട്ടുള്ള പല പ്രവൃത്തികളും ചെയ്തു. അതുകൊണ്ട് ധൃതരാഷ്ട്രയെ ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ഭക്തിപരമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ദ്വൈപായനാതനവരോ മഹിത്വേ തസ്യ ദേഹജ സർവാത്മനാശ്രിത കൃഷ്ണം തത്പരാംശാപി അനുവൃത. വിദുരർ സാക്ഷാൽ വേദവ്യാസ മഹർഷിയുടെ പുത്രനാണ്. വ്യാസമഹർഷിയെക്കാട്ടി ഒട്ടും കുറഞ്ഞ വ്യക്തിയുമല്ല. കാരണം അത്രയ്ക്ക് ശ്രേഷ്ഠ ഭക്തനാണ് വിദുരർ. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ഭഗവാൻ കൃഷ്ണന്റെ തൃപ്പാദങ്ങളെ ഹൃദയാംഗതമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. എപ്പോഴും അദ്ദേഹത്തിന് ഭക്തരുമായിട്ട് ക്ഷമിക്കണം, ഇടയ്ക്ക് ഒരു ഇപ്പം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഓക്കെ, ഇവിടെ പറയുന്നു ശൗനകാദി ഋഷികൾ. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, ശൗനകാദി ഋഷികൾ എന്ത് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്? വിദുരരും മൈത്രേയ ഋഷിയായിട്ടുള്ള സംവാദം ഇനി എന്തായി എന്നറിയാൻ ആഗ്രഹിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. എന്നിട്ട് ഇവർ ആകാംക്ഷ കൊണ്ട് വിദുരരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇവിടെ പറയുകയാണ്, വിദുരര് സാക്ഷാൽ വ്യാസമഹർഷിയുടെ പുത്രനാണ്. വ്യാസമഹർഷിയെ പോലെ വളരെ ശ്രേഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിയാണ് വിദുരരും. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഭഗവാന്റെ തൃപ്പാദത്തെ ഹൃദയാംഗതമായിട്ട് സ്വീകരിച്ചത്. അദ്ദേഹം എപ്പോഴും ഭക്തരോട് തന്നെയാണ്, ഭക്ത കൂട്ടായ്മയിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആര്? വിദുരർ. അന്നേരം വിദുരരുടെ ഗുണങ്ങളെക്കുറിച്ച് ശൗനകാദി ഋഷികൾ പറയുകയാണ്. അപ്പോൾ സൂത ഋഷിക്ക് ഇതൊന്നും അറിയത്തില്ല എന്നാണോ? അറിയാം. പക്ഷെ എന്തിനു വേണ്ടി ഇത് പറയുന്നു? വിദുരരെ കുറിച്ച് കേൾക്കാൻ നമ്മൾ അത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണ് എന്ന് സൂത ഋഷിയെ ബോധ്യപ്പെടുത്തുകയാണ്. അതായത് പൊതുവേ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള വ്യക്തി, ഒരു സെലിബ്രിറ്റി, നടനോ അല്ലെങ്കിൽ സ്പോർട്സിലുള്ള വ്യക്തികളോ, അവരെന്ത് ചെയ്യുന്നു എന്നറിയാൻ ഫാൻസിന് എപ്പോഴും ഇൻട്രസ്റ്റഡ് ആയിരിക്കും, അല്ലേ? അവരുടെ റോൾ മോഡൽ തന്നെ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും. പക്ഷേ ഭക്തർക്ക് എപ്പോഴും റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഭക്തർ തന്നെയായിരിക്കും. അതുകൊണ്ട് വിദുരരെ കുറിച്ച് കൂടുതൽ അറിയാൻ ശൗനകാദി ഋഷികൾക്ക് വലിയ ആകാംക്ഷയാണ്. ആ ഒരു ആകാംക്ഷ അവർക്ക് ഉണ്ടായതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ഭാഗവതം കേൾക്കാൻ ഒരു അവസരം ലഭിക്കുന്നത്, അല്ലേ? അപ്പോൾ ചോദിച്ചു, കിം മൻവ പൃച്ഛാൻ മൈത്രേയം വിരജസ്തീർത്ഥസേവയാ ഉപഗമ്യ കുശാവർദ്ധ ആസീനം തത്വവിത്തമം. പല പല തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ചതുകൊണ്ട് വിദുരർ എല്ലാ തരത്തിലുള്ള രജോഗുണത്തിൽ നിന്ന് മുക്തനായിരുന്നു.
എന്നിട്ട് എന്താണ് ഈ രജോ ഗുണം? 3 തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. നമുക്കറിയാം, സത്വം, രജം, തമം. ഇതിനനുസരിച്ചാണ് നമ്മുടെ സ്വഭാവം. ഏത് തരത്തിലുള്ള സാഹചര്യത്തിലായിരിക്കുമോ നമ്മൾ ഇരിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഗുണം, നമ്മുടെ ബോധമൊക്കെ. അന്നേരം വിദുരർ വർഷങ്ങളായിട്ട് രാജഭരണത്തിന് സഹായിക്കുന്ന വ്യക്തി, മന്ത്രിയായിരുന്നു. അന്നേരം ആ ഒരു ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് എന്തായാലും പരിശുദ്ധ ഭക്തനായിട്ട് പോലും ഉള്ളിൽ രാജസിക ഗുണങ്ങളുമുള്ള വ്യക്തികളുമായിട്ടുള്ള ഇടപെടലുകൾ കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലും മാലിന്യങ്ങൾ ബാധിച്ചിരുന്നു. അന്നേരം ഇവിടെ പറയുന്നു, അതിൽ നിന്നൊക്കെ അദ്ദേഹം പരിശുദ്ധനായി പല തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ. അന്നേരം പരിശുദ്ധ ഭക്തനായിട്ട് പോലും ദുസ്സംഗം കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലും മാലിന്യങ്ങൾ കയറിയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും. അന്നേരം അതിൽ നിന്നൊക്കെ അദ്ദേഹം പുറത്തു വന്നു. എങ്ങനെ? പല തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ചിട്ട്. ഒടുവിൽ അദ്ദേഹം ഹരിദ്വാറിൽ എത്തിയിരുന്നു. അവിടെ മൈത്രി ഋഷിയെ കണ്ടു ഹരിദ്വാറിൽ വെച്ച്. ആ മൈത്രി ഋഷിയിൽ നിന്നും ഒരുപാട് ഭഗവാനെക്കുറിച്ചുള്ള അറിവുകൾ അദ്ദേഹം കേട്ടിരുന്നു. അതെല്ലാം എന്തൊക്കെയാണെന്ന് അങ്ങ് പറഞ്ഞു തരണം എന്നാണ് ശൗനകാദി ഋഷികൾ ചോദിക്കുന്നത്. തയോ സംവാദദോ സൂത പ്രവർത്താഹി അമലകഥ അപോ ഗംഗ ഇവാഗോഗ്നീർ ഹരേ പാദാംബുജാശ്രയ. അന്നേരം ഇവിടെ പറയുന്നു, ശൗനക ഋഷി വിതുരരും മൈത്രേയ ഋഷിയായിട്ടുള്ള സംവാദത്തെക്കുറിച്ച് ചോദിക്കാൻ. അവിടെ തീർച്ചയായിട്ടും ഭഗവാന്റെ ലീലകളെക്കുറിച്ച്, ശുദ്ധമായിട്ടുള്ള ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരിക്കാം. ആ ഒരു ചർച്ചകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഗംഗാ നദിയിൽ നമ്മൾ കുളിക്കുന്നതിന് തുല്യമാണ്. കാരണം എല്ലാ തരത്തിലുള്ള പാപകർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാവും, അല്ലേ? നമുക്ക് എല്ലാവർക്കും ആ അനുഭവമുണ്ട്. കാരണം ഈ സത്സംഗം നമ്മൾ കേൾക്കുമ്പോൾ, അത് ഞാൻ എടുക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു ഗുരു ശിഷ്യ പരമ്പരയിലൂടെ നിങ്ങൾ ഭാഗവതം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകുകയാണ്, അല്ലേ? അന്നേരം ഭഗവാനെക്കുറിച്ചുള്ള ലീലകൾ നമ്മൾ ശ്രവിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകുകയാണ്. അന്നേരം അത് തന്നെയാണ് ശൗനകാദി ഋഷികളും പറയുന്നത്. തനാ കീർത്തയാ ഭദ്രം തേ കീർത്തനയോദര കർമ്മണ രസജ്ഞാ കുനു തൃപ്തേദ ഹരിലീലാമൃതം വിമൻ. ഇവിടെ ശൗനകാദി ഋഷികൾ പറയുന്നു, സൂതഋഷി, അങ്ങേക്ക് എല്ലാ ഭാഗ്യവും ലഭിക്കട്ടെ. ഭഗവാന്റെ ലീലകൾ ഇനി അങ്ങ് പറഞ്ഞു നൽകിയാലും അത് ഈ ലോകത്തിൽ ഏറ്റവും നന്മയുള്ള കാര്യങ്ങളാണ്. അതാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. യഥാർത്ഥത്തിൽ ഒരാൾ ഭഗവാന്റെ ഭക്തനാണെങ്കിൽ ആ ഭക്തൻ എപ്പോഴെങ്കിലും ഭഗവാനെക്കുറിച്ച് കേട്ട് തൃപ്തിയാകുമോ? അന്നേരം ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്, വീണ്ടും വീണ്ടും അങ്ങ് പറഞ്ഞു കേൾക്കണമെന്ന് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏവം ഉഗ്രശ്രവപൃഷ്ടാർഷഭിർനൈമിഷായിനൈ ഭഗവതീ അർപ്പിതാധ്യാത്മാസ്തനാഹം ശ്രൂയതാമിതി. നമ്മളിവിടെ മനസ്സിലാക്കണം, ഈ ശൗനകാദി ഋഷികളൊന്നും സാധാരണ ഋഷികളല്ല. അവർക്ക് പല പല സ്രോതസ്സിൽ നിന്നും നടന്ന സംഭവങ്ങളെക്കുറിച്ച് കേൾക്കാൻ പറ്റും. പക്ഷേ സൂതഋഷിയിൽ നിന്ന് കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ട്? സൂതഋഷി ശുഖബ്രഹ്മ ഋഷിയിൽ നിന്ന് കേട്ടതുകൊണ്ട്. അതുകൊണ്ട് പ്രത്യേകതയുണ്ട്. അത് കേട്ടു കഴിഞ്ഞാൽ മുന്നിൽ കാണുന്ന പോലെ തോന്നും, അത് സാക്ഷാത്കാരങ്ങൾ ലഭിക്കും, അല്ലേ? അന്നേരം ആ സാക്ഷാത്കാരത്തിലൂടെ അത് ശ്രവിക്കാനാണ് ശൗനകാദി ഋഷികളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് സൂത ഋഷിയോട് അഭ്യർത്ഥിക്കുന്നത്. ഏവം ഉഗ്രശ്രവപൃഷ്ടാർഷഭിർനൈമിഷായനൈ ഭഗവതി അർപ്പിതാധ്യാത്മസ്തനാഹ ശ്രൂയതാമിതി. അങ്ങനെ നൈമിഷാരണ്യ വനത്തിലുള്ള ഋഷിമാരെല്ലാം അഭ്യർത്ഥിച്ചപ്പോൾ രോമഹർഷണസുതനായ സൂത ഗോസ്വാമി, അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവത് ലീലയിൽ മഗ്നമായി. കാരണം ആളിനെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. ആരെക്കുറിച്ച്? ഭഗവാനെക്കുറിച്ച്. ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. കാരണം നമ്മളെ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മളോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ ആ ചിന്തയിൽ മഗ്നരായി പോകത്തില്ലേ? അതേപോലെ സൂത ഗോസ്വാമി ഒരു നിമിഷം ഭഗവാന്റെ ലീലയിൽ അങ്ങ് മുങ്ങിപ്പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്ന ഇനി അങ്ങ് എല്ലാവരും ശ്രവിച്ചാലും എന്ന് പറയുകയാണ്. സൂത ഉവാച
ഹരേ ധൃതക്രോഡതനോ സുമാഹിയാ നിശമ്യാ ഘോർ ഉദരണം രസാതലാത് ലീലാം ഹിരണ്യാക്ഷം അവജ്ഞയാ ഹതം സഞ്ജാത ഹർഷോ മുനി ആഹ ഭാരത. സൂതഋഷി പറഞ്ഞു, വിതുരർ, ആ ഭരതവംശ ശ്രേഷ്ഠനായ വിതുരർ വരാഹസ്വാമിയെക്കുറിച്ചുള്ള ലീലകൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. ഭഗവാൻ ആ വരാഹരൂപം എടുത്ത് ഭൂമിയെ ഉയർത്തി സമുദ്രത്തിലെ ഏറ്റവും അടിത്തട്ടിൽ നിന്നും എന്നിട്ട് ഹിരണ്യാക്ഷനെ വധിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ വിതുരർക്ക് വലിയ സന്തോഷമായി, ഭഗവാന്റെ ലീലകൾ കേട്ടപ്പോൾ. അപ്പോൾ വിതുരർ മൈത്രി ഋഷിയടുത്ത് ഇങ്ങനെ ചോദിച്ചു എന്ന് പറയുന്നു. വിതുര ഉവാച പ്രജാപതിപതി സൃഷ്ട്വാ പ്രജാ സർഗേ പ്രജാപതിം കിമാരഭദാ മേ ബ്രഹ്മൻ പ്രബ്രൂഹി അവ്യക്തമാർഗവേദ്. വിതുരർ പറഞ്ഞു, മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ അങ്ങേക്ക് അറിയാം. അതുകൊണ്ട് മഹർഷി, ബ്രഹ്മദേവൻ പിന്നെ എന്താണ് ചെയ്തത് ജീവജാലങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി? പ്രജാപതിമാരിലൂടെ സൃഷ്ടികർമ്മങ്ങൾ എങ്ങനെ നടത്തി? അതൊക്കെ അങ്ങൊന്ന് പറഞ്ഞു തരാമോ? യേ മരീചിയാദയോ വിപ്രായസ്തു സ്വയംഭുവോ മനോ ദേവൈ ബ്രഹ്മണാദേശാത് കഥം ഏതത് ഭാവയൻ. വിതുരർ ചോദിച്ചു, പ്രജാപതിമാർ മരീചി, സ്വയംഭുവ, മനു, ഇവരെല്ലാം ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം എങ്ങനെയാണ് സൃഷ്ടികർമ്മങ്ങൾ നടത്തിയത്? എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉണ്ട്. എല്ലാ തരത്തിലുള്ള സയൻസും അതിനകത്തുണ്ട്. സൃഷ്ടി എങ്ങനെ നടന്നു, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, മനുഷ്യരെങ്ങനെ വന്നു, എല്ലാ ജീവജാലങ്ങളും എങ്ങനെ വന്നു, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇനി മുന്നോട്ടുള്ള അവസ്ഥ എന്താണ്, എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. റിസർച്ചിലൂടെ ടെക്നോളജി മാത്രമേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവകകളെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നത് മാത്രമേ ഇപ്പോഴത്തെ സയൻസ് റിസർച്ച് ചെയ്യുന്നുള്ളൂ. അതൊരിക്കലും വേദവാക്യമായിട്ട് നമ്മൾ കാണരുത്. കാരണം യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം സ്രോതസ് എന്താണെന്ന് അറിയണമെങ്കിൽ ഭാഗവതം പഠിക്കണം. ഭാഗവത് നന്നായിട്ട്, അതും ശ്ലോകങ്ങൾ പാരായണം ചെയ്യാൻ മാത്രമല്ല പഠിക്കേണ്ടത്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിനെക്കുറിച്ച് നന്നായിട്ട് ഡീപ്പായിട്ട് വിശകലനം ചെയ്യണം. ഭാഗവതം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാത്തിനെ കുറിച്ചും മനസ്സിലാക്കാൻ കഴിയും. കാരണം പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണ്? നമ്മൾ ആരാണ്, നമ്മളിപ്പോൾ എവിടെയാണ്, നമുക്ക് എങ്ങോട്ടൊക്കെ പോകാം, എങ്ങോട്ടാണ് ഒരു വ്യക്തി പോകേണ്ടത്? ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനെല്ലാം ഉത്തരം നമുക്ക് ഭാഗവതത്തിലൂടെ കിട്ടും. ബാക്കിയുള്ള ഇന്നത്തെ സയൻസ് എല്ലാം എങ്ങനെ ബോംബുണ്ടാക്കാം, എങ്ങനെ ശത്രുക്കളെ കൊല്ലാം, അല്ലെങ്കിൽ പിന്നെ ഏറ്റവും വേഗതയുള്ള വാഹനം, യാത്ര ചെയ്യാനുള്ള സുഖസൗകര്യങ്ങൾ, ഇതൊക്കെ തന്നെയല്ലേ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്, അല്ലേ? തമ്മിൽ എന്തു പറയുന്നത്, സംസാരിക്കാനായിട്ടുള്ള ഫോൺ, അതിൻ്റെ ടെക്നോളജി, കമ്മ്യൂണിക്കേഷനിലൂടെ. പക്ഷേ എത്ര വലിയ ടെക്നോളജി കിട്ടിയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? അളിഞ്ഞു പൊളിഞ്ഞ വാക്കുകളാണ് സംസാരിക്കുന്നത്, അളിഞ്ഞ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. പിന്നെ അതിലെന്ത് മാധുര്യമാണുള്ളത്, അല്ലേ? ഇപ്പോൾ നമുക്ക് മൊബൈൽ കിട്ടി, ഇതേ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നു, പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് ഗുരുവായൂരപ്പനെ കുറിച്ചാണ്. എന്നാൽ അങ്ങനെയുള്ള വാക്കുകൾ ഭഗവാനെക്കുറിച്ച് പറയാൻ വേണ്ടി ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ ആ ടെക്നോളജിയുടെ ഏറ്റവും വലിയ സദുപയോഗമാകുകയാണ്. സ്വദ്വിതീയ കിം അസൃജൻ സ്വതന്ത്ര ഉതകർമ്മസു അഹോ സ്വിത് സംഹത സർവ ഇദം സ്മാ സമകൽപ്പയൻ. അന്നേരം അവരെങ്ങനെയാണ് സൃഷ്ടി നടത്തിയത്? അവരുടെ ഭാര്യമാരിലൂടെയാണോ, അതോ അവർ അവരുടെ സ്വന്തം ശക്തിയാൽ തന്നെയാണ് സൃഷ്ടി നടത്തിയത്? ഇതങ്ങ് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരും. എന്നിട്ട് എന്തിനാണ് മൈത്രി ഋഷി ഇത് ചോദിക്കുന്നത്? കാരണം സൃഷ്ടിയെക്കുറിച്ചുള്ള സംശയം പ്രത്യേകിച്ച് കലിയുഗത്തിലുള്ളവർക്ക് എന്തായാലും ഉണ്ടാവും. അന്നേരം നമ്മൾ കുരങ്ങന്മാരിൽ നിന്നാണ് എന്ന് പറഞ്ഞ് അത് വിശ്വസിക്കാതെ നമ്മുടെ വംശം എങ്ങനെയാണ് ഇവിടെ വന്നത്, എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ പറ്റും ശ്രീമദ് ഭാഗവതത്തിലൂടെ. അന്നേരം സൃഷ്ടിയിൽ നിന്ന് തുടങ്ങി അത് ഭഗവാനിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണ് ഭാഗവത്തിൻ്റെ ഫ്ലോ. ഇതെല്ലാം ഇവിടെ നിന്ന് തുടങ്ങി
നമ്മളെങ്ങനെ വന്നു, എന്നിട്ട് ഇത് മുന്നോട്ട് ഓരോരോ യുഗങ്ങൾ കഴിഞ്ഞ് പല പല രാജവംശങ്ങളെല്ലാം കഴിഞ്ഞ് ചന്ദ്രവംശത്തിൽ യദുകുലത്തിൽ നമ്മുടെ നായകൻ അവതരിക്കുന്ന, അങ്ങനെയാണ് പറയുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ സയൻറ്റിഫിക് ആണ്. അല്ലാതെ ഇതൊരു ഇമാജിനേഷൻ അല്ല. ഇതൊക്കെ ചോദിച്ചപ്പോൾ മൈത്രി ഋഷി പറഞ്ഞു. എന്നിട്ട് അടുത്തൊരു കാര്യം, ഇവരാരും അവാർഡ് കിട്ടാൻ വേണ്ടി സിനിമ ഉണ്ടാക്കുന്ന പോലെ എഴുതിയതല്ല ഇതൊക്കെ. സാങ്കല്പിക കഥയായിട്ട് മൈത്രി ഋഷി എല്ലാം ഉപേക്ഷിച്ച് ഉൾക്കാട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹരിദ്വാറിൽ അവിടെയാണ്. വിതുരരും എല്ലാം ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്. അന്നേരം ഇവർ തമ്മിൽ ഒരു ഇമാജിൻഡ് കഥ കേൾക്കേണ്ട ആവശ്യമില്ല. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ല ഇവരിത് ചർച്ച ചെയ്യുന്നത്. റിയൽ ഹിസ്റ്ററി, റിയൽ സോഴ്സ് എന്താണ് നമ്മുടെ സയൻറ്റിഫിക്കലി അവർ അന്വേഷിക്കുകയാണ്. മൈത്രേയോവാച ദൈവേന ദുർവിതർക്കേന പരേണാമിഷേന ച ജാതശോഭാത് ഭഗവതോ മഹാനാസീ ഗുണത്രയ. മൈത്രി ഋഷി പറഞ്ഞു, ഈ ത്രിഗുണങ്ങളെല്ലാം സന്തുലിത അവസ്ഥയിലായിരുന്നു. അത് ഭഗവാന്റെ നോട്ടത്തിലൂടെ അത് അതിൻ്റെ സന്തുലിത അവസ്ഥ മാറുകയാണ്. ആ നോട്ടത്തിലൂടെ കാലശക്തി അതിലോട്ട് പ്രവഹിക്കുകയാണ്. അങ്ങനെയാണ് ഭൗതിക മൂല്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുന്നു. അതായത് സത്വഗുണം, രജോഗുണം, തമോ ഗുണം ഇതെല്ലാം കൂടെ ഒറ്റ അവസ്ഥയിലിരിക്കുകയായിരുന്നു. ഇത് മൂന്നും ഒന്നിച്ച്. അതായത് നമ്മൾ ഈ കാണുന്നതെല്ലാം ഈ മൂന്ന് ഗുണങ്ങളുടെയും മിശ്രിതമാണ്. മനസ്സിലായില്ലേ? ഈ മൂന്ന് ഗുണങ്ങളുടെയും മിശ്രിതമാണ്. ഈ മൂന്ന്, അതായത് ഒരു പെയിൻറ്റർ എങ്ങനെയാണോ പൊതുവെ പറയും, നമ്മുടെ പണ്ടത്തെ ടി വിയിലൊക്കെ ഒരു റെഡ്, ഗ്രീൻ, ബ്ലൂ കളർ വെച്ചിട്ട് നമുക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത് വരയ്ക്കാൻ പറ്റും, അതിൻ്റെ മിക്സിങ് വെച്ചിട്ട്. അതേപോലെ നമ്മുടെ ഈ മൂന്ന് ഗുണങ്ങളിലൂടെയാണ് നമ്മുടെ ഈ ശരീരം, നമ്മുടെ സൂക്ഷ്മ ശരീരം, നമ്മൾ ഈ ചുറ്റും കാണുന്ന എല്ലാം, ഇതിൻ്റെ എല്ലാം ആധാരം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഗുണങ്ങളാണ്. ഈ മൂന്ന് ഗുണങ്ങളാണ് അൾട്ടിമേറ്റ് എനർജി എന്ന് പറയുന്നത്. ഈ ഒരു ശക്തിയിലൂടെയാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ വസ്തുവകകളും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ഈ പ്രവർത്തിക്കുന്ന ശരീരം, എല്ലാം ഈ മൂന്ന് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കണം. അന്നേരം സൃഷ്ടിയുടെ തുടക്കത്തിൽ ഈ മൂന്ന് ഗുണങ്ങളും ഒരു സന്തുലിത അവസ്ഥയിലായിരുന്നു. അതായത് പ്രവർത്തനമില്ലാതെ ഇരിക്കുക. അന്നേരം ഭഗവാൻ നോക്കിയതിലൂടെ ഈ മൂന്ന് ഗുണങ്ങളും കാലശക്തിയും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിലൂടെയാണ് പല പല സൃഷ്ടികളും ഉണ്ടായത് എന്ന് പറയുന്നു. അന്നേരം അതിലൂടെ പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? തമോ ഗുണവും മിഥ്യാഹങ്കാരവും കൂടെ ചേർന്ന് കാലശക്തിയും കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ഇന്ദ്രിയ വിഷയങ്ങൾ ഉണ്ടാകുന്നതും പഞ്ചഭൂതം ഉണ്ടാകുന്നതും. പിന്നെ രജോ ഗുണത്താൽ ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നു, സത്വഗുണത്താൽ മനസ്സും ദേവന്മാരും സൃഷ്ടിക്കപ്പെടുന്നു. രജപ്രധാനാൻ മഹത സ്ത്രീലിംഗോ ദൈവചോദിതാത് ജതസർജഭൂതാദിർബിയദാദീനി പഞ്ചശ. ഇവിടെ പറയുന്നു ജീവാത്മാക്കളുടെ വിധി. ഇവിടെ ഇപ്പോഴത്തെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അന്നേരം ഇപ്പോഴത്തെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പേ സൃഷ്ടി ഉണ്ടായിരുന്നു, ജീവാത്മാക്കൾ എല്ലാവരും ജീവിച്ചിരുന്നു. അന്നേരം അവരുടെ വിധി, അവരുടെ കർമ്മ പ്രാരാബ്ധങ്ങൾ, അതാണ് മിഥ്യാഹങ്കാരം. അത് മൂന്ന് തരത്തിലുണ്ടെന്ന് പറയുന്നു. മഹത്തത്വത്തിൽ നിന്നും ഉടലെടുക്കുന്ന ആ മിഥ്യാഹങ്കാരം, അതിൽ നിന്നും പ്രധാനമായിട്ടും രജോ ഗുണം ശക്തമായിട്ട് നിൽക്കുന്നു. ആ മിഥ്യാഹങ്കാരത്തിൽ നിന്നും പലതരത്തിലുള്ള സൃഷ്ടി വിഭാഗങ്ങൾ ഉണ്ടായി എന്നാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? അതായത് മിഥ്യാഹങ്കാരം, തമോ ഗുണം, കാലശക്തി, ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് പഞ്ചഭൂതങ്ങൾ റെഡിയാവുന്നത്, പഞ്ചഭൂതത്തിൻ്റെ തന്മാത്രകൾ.
എന്നിട്ട് ഇതേ പഞ്ചഭൂതവും വരുന്നു, ഇന്ദ്രിയ വിഷയങ്ങളും വരുന്നു. അന്നേരം അങ്ങനെ ഈ മിഥ്യ അഹങ്കാരത്തിന്റെ പല പല ഘടകങ്ങളിലൂടെയാണ് സൃഷ്ടി നടക്കുന്നത് എന്ന് മൈത്രഋഷി പറയുകയാണ്. തൈനി ചൈകാകശാസ്രഷ്ടും അസമർത്ഥാനി ഭൗതികം സമഹത്യ ദൈവയോഗേന ഹൈമം മണ്ഡം അവസൃജൻ. എന്നാൽ ഈ സൃഷ്ടിക്ക് വേണ്ടുന്ന എല്ലാ മൂലകങ്ങളും തയ്യാറായി. ഇന്ദ്രിയ വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, പിന്നെ പഞ്ചഭൂതം, ഇന്ദ്രിയ വിഷയങ്ങൾ, ഇതെല്ലാം തയ്യാറായി. മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, കാലശക്തി. പക്ഷെ ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടും ഇവര് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഒന്നിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതായത് ഇതെല്ലാം പ്രവർത്തനരഹിതമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയെന്ന് ഭഗവാന്റെ നോട്ടത്തിലൂടെ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങി. പല പല പാർട്സായിട്ട് മാറി. അതിൻ്റെ വേണ്ടുന്ന സൃഷ്ടിക്ക് വേണ്ടുന്ന ഘടകങ്ങൾ തയ്യാറായി. എന്നിട്ടും ഇനി ഇതിനെ കൂട്ടി യോജിപ്പിക്കണം. അതായത് ഒരു മെഷീൻ്റെ പല പല പാർട്സുകൾ കാണുമല്ലോ. അന്നേരം ആ പാർട്സ് ആദ്യം ക്രിയേറ്റ് ചെയ്യും നമ്മൾ, നട്ടും ബോൾട്ടും അതിൻ്റെ ഓരോ ഇതൊക്കെ. പിന്നെ അത് അങ്ങനെ ആയിട്ട് മാത്രം ഇതിനെല്ലാം ഒന്നിച്ചൊരു മെഷീൻ ആക്കണ്ടേ. അന്നേരം അതേപോലെ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ വീണ്ടും ഭഗവാന്റെ ശക്തിയാൽ ഇതിനെല്ലാം കൂട്ടി യോജിപ്പിക്കുകയാണ്. ആ ഭഗവാൻ കൂട്ടി യോജിച്ചപ്പോൾ സമയത്ത് ഇതൊരു അണ്ഡത്തിന്റെ രൂപം എടുക്കുകയാണ്. ഒരു മുട്ടയുടെ ആകൃതി, സ്വർണത്തിന്റെ ഒരു മുട്ടയുടെ ആകൃതി എടുക്കുകയാണ്. ശ്രീതമീശ്വര. എന്നാൽ ഇത് നമ്മുടെ ബ്രഹ്മാണ്ടത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഏകദേശം 1000 വർഷത്തോളം ഈ തിളക്കമുള്ള സ്വർണ്ണ അണ്ഡം കാരണജലത്തിൽ നിശ്ചലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ക്ഷമിക്കണം, ഇടയ്ക്ക് ഇന്റർനെറ്റ് പോയി. നോക്കാം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഏകദേശം 1000 വർഷത്തോളം ഈ അണ്ഡം അങ്ങനെ തന്നെ കാരണജലത്തിൽ കിടക്കുകയായിരുന്നു, നിശ്ചലമായിട്ട്. അന്നേരം ആദ്യം സൃഷ്ടിക്ക് വേണ്ടുന്ന മൂലകങ്ങൾ തയ്യാറായി. അതായത് ഒരു മെഷീൻ്റെ പല പല പാർട്സുകൾ എങ്ങനെയാണോ റെഡിയാവുന്നത് അതേപോലെ. എന്നിട്ട് അതിനെ പിന്നെ കൂട്ടി യോജിപ്പിക്കുകയാണ്. പക്ഷെ കൂട്ടി ഹരേ കൃഷ്ണ, ക്ഷമിക്കണം, ഇന്റർനെറ്റ് ഇങ്ങനെ വീണ്ടും പണി തരാൻ തുടങ്ങി. എന്ത് ചെയ്യാനല്ലേ? മായാദേവിക്ക് പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ ഭാഗവതം എടുക്കുന്നത്. ഹരേ കൃഷ്ണ, എന്ത് ചെയ്യാനല്ലേ? നമുക്ക് നോക്കാം, പറ്റുന്നിടത്തോളം എടുക്കാം. എല്ലാം ഭഗവാൻ തീരുമാനിക്കട്ടെ. എന്നാലും കുറച്ച് ശ്ലോകങ്ങളെങ്കിലും ചർച്ച ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കമൻസിലിടും. അപ്പോൾ ഏകദേശം 1000 വർഷങ്ങളോളം ഇത് നിശ്ചലമായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്, ഗർഭോദകശായ വിഷ്ണുവായിട്ട്. ആദ്യം സൃഷ്ടിക്ക് വേണ്ടുന്ന മൂലകങ്ങളൊക്കെ ഭഗവാൻ കാരണോദകശായ വിഷ്ണു സൃഷ്ടിച്ചു നോട്ടത്തിലൂടെ. എന്നിട്ട് അതിനെ ഒരു ബ്രഹ്മാണ്ടമാക്കി മാറ്റി. പിന്നെ ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഭഗവാൻ പ്രവേശിക്കാം. തസ്യനാഭേ. അതേ ഭാഗവതമൊക്കെ കേട്ട് നിങ്ങൾ നന്നായാലോ എന്ന് മായാദേവിക്ക് പേടിയായിരിക്കും. തസ്യനാഭേരഭൂത് പത്മം സഹസ്രാർക്കുരു ദീദിതി സർവജീവാനി കൈകോ യത്ര സ്വയം അഭൂത് സ്വരാട്. എന്നിട്ട് ഭഗവാൻ ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമര ഇങ്ങനെ പൊങ്ങി വരികയാണ്. ആയിരക്കണക്കിന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, ഒരേ സമയത്ത് ഉദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പ്രകാശമുണ്ടോ അത്രത്തോളം പ്രകാശം ആ താമരയ്ക്കുണ്ടായിരുന്നു. നല്ല തിളക്കമായിരുന്നു. അന്നേരം ഈ താമരയാണ്
എല്ലാ ബദ്ധാത്മാക്കളുടെയും ആശ്രയം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒരു ദിവസം ആ താമരയിലേക്ക് ചെന്ന് ചേരേണ്ടവരാണ്. എത്ര കാലാതീതമായിട്ട് നമ്മൾ എത്ര ജന്മങ്ങളെടുത്താലും, അതായത് നമ്മൾ ഭഗവാന്റെ ലോകത്തേക്ക് പോയില്ല എങ്കിൽ നമ്മൾ ആ താമരയിലായിരിക്കും വീണ്ടും പോയി ലയിക്കുന്നത്. എല്ലാ ജീവാത്മാക്കളുടെയും ആശ്രയം ഈ താമരയാണ്. എന്നിട്ട് അതിലൂടെ ആദ്യത്തെ ജീവാത്മാവ് സോ അനുവിഷ്ടോ ഭഗവതാ യേശേതേ, ഭഗവാൻ ഗർഭജലത്തിൽ ശയിക്കുന്ന അതേ ഭഗവാൻ തന്നെ ബ്രഹ്മദേവന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോഴേക്ക് ബ്രഹ്മദേവന് ബുദ്ധി ലഭിച്ചു. ആ ഒരു ബുദ്ധിയിലൂടെ സൃഷ്ടികർമ്മങ്ങൾ ആരംഭിക്കും. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ബുദ്ധി നൽകുകയാണ് ബ്രഹ്മദേവന് സൃഷ്ടി നടത്താനായിട്ട്. നമ്മളും മനസ്സിലാക്കുക, നമ്മൾ എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും നമ്മുടെ ബുദ്ധി ഭഗവാന്റെ കയ്യിലായിരിക്കും. ഭഗവാൻ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മന്ദബുദ്ധികളാണ്. അന്നേരം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിർ ജ്ഞാനം അപോഹനം ച. അന്നേരം എല്ലാവരുടെയും ഓർമ്മയും മറവിയും ജ്ഞാനവും എല്ലാം ഞാനാണ് നൽകുന്നതെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അന്നേരം നമ്മൾ എന്തിനെക്കുറിച്ച് ഓർക്കാനാണോ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഭഗവാൻ തരും. ഇവിടെ ബുദ്ധി കംപ്ലീറ്റ്ലി ഭഗവാന്റെ കൺട്രോളിലാണ്. ഇതേ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഓരോ വ്യക്തികളും നിരീശ്വരവാദികളാവുന്നത്, ഭക്തി ഇല്ലാതെ അഹങ്കരിച്ച് നടക്കുന്നത്. കാരണം അവർ ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഭഗവാൻ അതിനെക്കുറിച്ചുള്ള അറിവ് നൽകുന്നില്ല. അവർ ഭഗവാനെ മറക്കാൻ ആഗ്രഹിക്കുന്നു, ഭഗവാന്റെ അസ്തിത്വം ഇല്ലെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള ബുദ്ധിയും ഭഗവാൻ പറഞ്ഞു കൊടുക്കും. സസർജാചായ അവിദ്യാം പഞ്ചപർവാണം അഗ്രത തമിശ്രം മന്ദതാ മിശ്രം തമോ മോഹോ മഹാതമ. അന്നേരം ആദ്യം ബ്രഹ്മദേവൻ അദ്ദേഹത്തിൻ്റെ നിഴലിൽ നിന്നും അജ്ഞാനത്തിൻ്റെ, ബദ്ധാത്മാക്കളുടെ അജ്ഞാനത്തിൻ്റെ പല പല തലങ്ങളെ സൃഷ്ടിച്ചു. അത് മൊത്തത്തിൽ 5 പറയുന്നു. തമിശ്രം, അന്ധതാമിശ്രം, തമസ്, മോഹ, മോഹാമോഹ. അന്നേരം ഇതൊക്കെ നമ്മുടെ പല പല അജ്ഞാനത്തിൻ്റെ പല പല തലങ്ങളാണ്. അന്നേരം അജ്ഞാനം ഈ 5 തലങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നു. തമിശ്രം, അന്ധതമിശ്രം, തമസ്, മോഹ, മഹാമോഹ. അന്നേരം ഇവിടെ പ്രഭുപാദജി അതിമനോഹരമായിട്ട് പറയുന്നു, ആരാണോ ഈ ഭൗതിക ലോകം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഈ അജ്ഞാനത്താൽ അവർ മൂടിപ്പെടും. അന്നേരം ആദ്യം അവരുടെ ഉള്ളിൽ എന്താ വരുന്നത്? തമിശ്രം. തമിശ്രം എന്ന് പറഞ്ഞാൽ ക്രോധം എന്നാണ്. അന്നേരം ക്രോധത്താലാണ് അജ്ഞാനത്തിൻ്റെ ആദ്യത്തെ മൂടി നമ്മളെ മൂടുന്നത്. അതാണ് തമിശ്രം. അന്നേരം ഭഗവാനെ പോലെ ഈ ലോകം ആസ്വദിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ തമിശ്രം കയറി വരുന്നു, നമ്മുടെ ബോധം മറയുന്നു തമിശ്രത്താൽ. എന്നാൽ ഇവിടെ പ്രഭുപാദജി പറയുന്നു, നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കുമ്പോഴും ഈ തമിശ്രം എന്ന് പറയുന്ന ആ ഘടകം എപ്പോഴും കാണും. അന്നേരം അത് ഏറ്റവും ആദ്യത്തെ മൂടിയാണ്, ഏറ്റവും അവസാനത്തെ മൂടിയാണ്. അന്നേരം നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ബോധത്തിൽ നിന്നും അജ്ഞാനം ഇങ്ങനെ പോകുമ്പോൾ അവസാനത്തെ ഘടകം തമിശ്രമായിരിക്കും. അന്നേരം ആ തമിശ്രമാകുന്ന അജ്ഞാനമാണ് ഭഗവാനിൽ നിന്ന് അകന്ന് നമുക്ക് നിൽക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്നത്. ഇനി അന്ധതമിശ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തോടു കൂടി എല്ലാം അവസാനിക്കും എന്നൊരു ചിന്ത. തമിശ്രം, അന്ധതമിശ്രം. അന്നേരം
ആദ്യത്തെ ഘടകം തമിശ്രം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഈ ലോകം ആസ്വദിക്കണം, എനിക്ക് ഈ ലോകം നിയന്ത്രിക്കണം. ക്രോധം, ഇതാണ് ആദ്യത്തെ തലം. ഇനി അജ്ഞാനം അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ അന്ധതമിശ്രം. ഈ അന്ധതമിശ്രത്തിന്റെ പ്രശ്നം എന്താണ്? നമ്മൾ ഈ ഒരു ജന്മം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ജന്മം എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമോ അത്രത്തോളം ആസ്വദിക്കണം. ഇതോടുകൂടി എല്ലാം തീരുകയാണ്. ഇനി ഈ അന്ധതമിശ്രം ഉണ്ടാകുന്നതിന്റെ കാരണം തമസ്സാണ്. അതാണ് മൂന്നാമത്തെ ഘടകം. എന്താണ് ഈ തമസ്? തമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിവ് ഇല്ലാതെ ഇരിക്കും. അതിനെയാണ് തമസ് എന്ന് പറയുന്നത്. ഈ ഭൗതിക ലോകത്തെ തമസ് എന്നാണ് പറയുന്നത്. അതാണ് തമസോമ ജ്യോതിർഗമയ. കാരണം ഈ പ്രപഞ്ചത്തിനകത്തുള്ള, പ്രഭുപാദി പറയുന്നു, 99% ജീവാത്മാക്കൾക്കും അവരുടെ അസ്തിത്വം അറിഞ്ഞുകൂടാ. അല്ലേ? നമ്മൾ ആത്മാവാണെന്നുള്ള തിരിച്ചറിവ് അവർക്കില്ല. എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ ഈ ശരീരമാണെന്നാണ്. അവർക്ക് ആത്മാവിനെ കുറിച്ചുള്ള ഒരു അറിവും ഇല്ല. അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ലൈംഗിക ബന്ധം, ഭക്ഷണം കഴിക്കുക, സ്വന്തം കുടുംബം, വീട് എന്നുള്ള ആ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. എന്നിട്ട് ഇതേ ആസക്തികൾ തന്നെ സ്വന്തം ശരീരത്തിനോടും കുടുംബാംഗങ്ങളോടും ഉള്ള സമ്പത്തിനോടും ഐശ്വര്യത്തിനോടും ഉള്ള ആസക്തി വർദ്ധിക്കുമ്പോൾ തമസിൽ നിന്നും മോഹ എന്ന് പറയുന്ന ഘടകത്തിലേക്ക് വരും. മോഹ എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്കല്പിക ലോകം, നമ്മുടേതായിട്ടുള്ള ഒരു സാങ്കല്പിക ലോകത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങി. അതായത് ഒരു തലയ്ക്ക് വെളിവില്ലാത്തൊരു വ്യക്തി, സമനില തെറ്റിയ ഒരു വ്യക്തി അവരുടേതായിട്ടുള്ള സാങ്കല്പിക ലോകത്താണ്. ഒന്ന്, അവരാരാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതുകൂടാതെ അവർ അവരുടേതായിട്ടുള്ള ഒരു മോഹം വലയം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ അതേപോലെ ആ മോഹ എന്ന് പറയുന്ന തലത്തിലേക്ക് തമസ്സിന് ഇരുട്ടെന്ന അർത്ഥമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന മെയിൻ തമസ് എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകമേ ഇരുട്ടാണ്. അന്നേരം എന്ത് പറ്റും? മോഹ എന്ന് പറയുന്ന തലത്തിൽ നമ്മൾ കൂടുതൽ നമ്മുടെ അസ്തിത്വത്തെ മറന്നുപോകും. ഞാൻ ഈ ശരീരമാണ്, ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാം എൻ്റേതാണ്. അങ്ങനെ അത് വർദ്ധിച്ച് മഹാമോഹം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്തും. മഹാമോഹം എന്ന് പറയുന്ന തലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത്, ഭൗതിക ഭ്രാന്ത്. ആ ഭ്രാന്ത അവസ്ഥയിൽ അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എന്ത്? ആസ്വാദനം, ഭൗതിക ആസ്വാദനം. പ്രഭുപാദി എത്ര മനോഹരമായിട്ട് ഇത് വർണ്ണിക്കുന്നു നോക്കണേ. പ്രത്യേകിച്ച് കലിയുഗത്തിൽ എല്ലാവരും ഈ ഒരു ഭ്രാന്ത അവസ്ഥയിലാണ്. ഭൗതിക വസ്തുവകകളെ കൂട്ടുക, സ്ഥലം മേടിക്കുക, ഇതെൻ്റെ വസ്തുക്കൾ, എൻ്റെ വസ്തുക്കൾ, ഇങ്ങനെ സാധനങ്ങൾ കൂട്ടുക, സ്വന്തം അധികാരത്തിൻ്റെ ഉള്ളിലും ആസ്വാദനത്തിനും വേണ്ടി. ഇതിനെക്കുറിച്ച് വിഷ്ണു പുരാണത്തിൽ വളരെ മനോഹരമായിട്ട് പറയുന്നു എന്ന് പ്രഭുപാദി പറയുന്നു. എന്താ? തമോ അവിവേകോ മോഹസ്യാത് അന്ധകരണ വിഭ്രമ മഹാമോഹസ്തു വിജ്ഞേയോ ഗ്രാമ്യഭോഗ സുഖൈഷണ മരണം ഹി അന്ധതമിശ്രം തമിശ്രം ക്രോധ ഉച്യതേ അവിദ്യാ പഞ്ചപർവൈഷ പ്രദുർഭൂത മഹാത്മന. ഇപ്പൊ ഈ പ്രഭുപാദി പറഞ്ഞതെല്ലാം വിഷ്ണു പുരാണത്തിൽ നിന്നാണ്. ഒന്നാലോചിച്ചു. അന്നേരം പ്രഭുപാദിയുടെ ഈ ഭഗവത്ഗീതയും ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ വേദശാസ്ത്രങ്ങളും പഠിച്ചതിന് തുല്യമാണ്. കാരണം ഇതിനകത്ത് എല്ലാം ഉണ്ട്. പ്രഭുപാദിയുടെ ഭാവാർത്ഥത്തിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഇപ്പം തന്നെ നമ്മളിത് ചർച്ച ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ കിളി പോയതുപോലെ തോന്നുന്നില്ല. എന്തൊക്കെയോ പോയി പുറത്ത്, അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം പ്രഭുപാദി പറയുന്നു, ബ്രഹ്മദേവൻ ഇവിടെ പറയുന്നു, ബ്രഹ്മദേവൻ സൃഷ്ടിച്ചതിൽ എന്തിനാണ് ഇത് സൃഷ്ടിച്ചത്? അന്നേരം നമ്മൾ വിചാരിക്കും ഇത് സൃഷ്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? കാരണം നമ്മൾ ആഗ്രഹിക്കുന്നു. സപ്പോസ് ഇത് സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ സ്റ്റക്കായി കിടക്കത്തില്ല. ഇവിടെ സ്റ്റക്കായില്ലെങ്കിൽ നമുക്കിവിടെ ബോറടിക്കും. ബോറടിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഭഗവാനെ ബുദ്ധിമുട്ടിക്കാൻ നോക്കും. അന്നേരം നമ്മളെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ ഭഗവാനെ ഡിസ്റ്റർബ് ചെയ്യും. കാരണം നമുക്ക് ഭഗവാന്റെ അടുത്ത് ഇരിക്കാൻ ആഗ്രഹമില്ലല്ലോ. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെങ്കിലും ഇരിക്കണം.
വളരെ സിമ്പിളാണ്. ഒരു വ്യക്തിക്ക് ഭഗവാന്റെ കൂട്ടത്തിൽ ഇരിക്കാൻ താല്പര്യമില്ല, പക്ഷെ എല്ലാ കാര്യത്തിലും ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. പക്ഷെ ഭഗവാന്റെ കൂട്ടത്തിൽ നിൽക്കാനും താല്പര്യമില്ല. അതിന് അവർക്ക് എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് വേണമല്ലോ. അടുത്ത വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ. കൊച്ചുകുട്ടികൾ എപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അച്ഛനും അമ്മയ്ക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളില്ലേ, ജോലി ചെയ്യണ്ടേ, വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ, അതിലവർ ബിസിയാണ്. അതിൽ കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? അവിടെ അച്ഛനും അമ്മയും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് കളിക്കാൻ പോവാം, ഇത് പോവാന്ന്. എന്നിട്ട് അച്ഛൻ്റെ ജോലി ഇവിടെ നടക്കും. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഈ മക്കൾ അത്രത്തോളം പക്വതയുള്ളവരായിരിക്കണം, പ്രാപ്തരായവരായിരിക്കണം. ഈ കളി അതൊക്കെ മാറ്റിയിട്ട് അച്ഛനെ സഹായിക്കുന്ന കുട്ടികളാണെങ്കിൽ അച്ഛൻ കൂട്ടത്തിൽ കൊണ്ടുപോകും. കറക്റ്റ് അല്ലേ? അതേപോലെയാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ഈ കുട്ടിക്കളിയൊന്നും വിട്ടിട്ട് പോകാൻ തയ്യാറുമല്ല. നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ തക്കവണ്ണം പക്വതയും നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ ഇതൊക്കെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്, ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, നമുക്കിട്ട പണികൾ. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? കമൻസിലിടും. അന്നേരം ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ഈ 5 തരത്തിലുള്ള അജ്ഞാനത്തെ സൃഷ്ടിച്ചു. അജ്ഞാനത്തിന്റെ പല തലങ്ങൾ: തമിശ്രം, അന്ധതമിശ്രം, തമസ്, മോഹ, മഹാമോഹ. അന്നേരം നമ്മൾ ഇതിൽ ഏത് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ പരിശുദ്ധ ഭക്തിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും തമിശ്രം നമ്മളെ വിട്ടു പോകത്തില്ലെന്നാണ് പറയുന്നത്. അത് ശരീരബോധത്തിന്റെ ഏറ്റവും ഒരു ഫൈനൽ സ്റ്റേജ്, മൈന്യൂട്ട് സ്റ്റേജ്. അതിന് എന്തായാലും അന്ധതമിശ്രം മുതലാണ് നമ്മുടെ ലെവൽ തുടങ്ങുന്നത്. തമസ്, മോഹ, പിന്നെ മഹാമോഹത്തിന്റെ സ്റ്റേജിലൊക്കെ എത്തിയ ആൾക്കാരൊക്കെ മഹാഭാഗ്യശാലി. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇതിൻ്റെയൊക്കെ പല തലങ്ങളിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതൊരു തമിശ്ര എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരബോധം, പിന്നെ അന്ധതമിശ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണഭയം, മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. പിന്നെ എന്തോ പറയുന്നേ, തമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ഇല്ലായ്മ, ആത്മാവിനെ കുറിച്ച് ഒരു അറിവും ഇല്ല. അതാണ് തമസ്. അത് നമുക്ക് ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക അല്ലേ. എന്നിട്ട് ഈ തമസ് കാരണം പിന്നെ എന്താവും? മോഹം എന്ന് പറയുന്ന ആ സ്റ്റേജിലേക്ക് എത്തുന്നു. പിന്നെ മോഹത്തിൽ നിന്ന് മഹാമോഹത്തിലേക്ക് വരുന്നു. അതായത് നമ്മൾ ഇതിൽ ഏത് സ്റ്റേജിലാണ്? അതായത് നമ്മുടെ രോഗത്തിൻ്റെ, നമ്മൾ ഈ ടെമ്പറേച്ചർ കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ നമ്മൾ തെർമോമീറ്റർ വെച്ച് നോക്കുന്ന പോലെ നമ്മുടെ രോഗം എത്രത്തോളം കഠിനമാണെന്ന് മനസ്സിലാക്കുക. തമിശ്രം കുഴപ്പമില്ലെന്ന് പറയാം, കാരണം അത്രയെങ്കിലും ഉണ്ടായിരിക്കും ശരീരബോധം. അന്ധതമിശ്രം എന്ന് പറഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. അത് നമ്മളെല്ലാവരും അനലിസിസ് ചെയ്യുക. മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നുള്ളൊരു ചിന്താഗതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഏകദേശമാണ്. കാരണം നമ്മൾ ഈ ശരീരത്തെ ഇത്രയും സ്നേഹിക്കുകയാണ്, ഇത്രയും അറ്റാച്ച്ഡ് ആണ്. എന്തെങ്കിലും ഒരു പനി വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയമാണ്. അയ്യോ BP കയറി, അയ്യോ ഇനി BP കൂടുമോ, ഇനി കുറയുമോ, ഇങ്ങനെയുള്ള ഭയം നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കില്ലേ. എന്താവോ അയ്യോ അതായത് നമ്മൾ മരിച്ചു പോയാൽ ഇനി എന്തായിരിക്കും എന്നുള്ളൊരു ഭയം. അതാണ് അന്ധതമിശ്രം. പിന്നെ തമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ നോളജ് അബൌട്ട് ആത്മാവിനെ കുറിച്ച് ഒരു പുല്ല് പറഞ്ഞുകൂടാ. അന്നേരം നിങ്ങൾ പറയും, സ്വാമിജി അതൊക്കെ നമുക്കറിയാം, നമ്മൾ ആത്മാവാണ്, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ കണ്ടിട്ടുണ്ടോ ഇതുവരെ? നിങ്ങളുടെ രൂപം എന്താണെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ഈ ശരീരത്തിന്റെ രൂപമല്ലേ കാണുന്നുള്ളൂ. നമ്മൾ തമസിലാണ്. നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ ഈ ശരീരത്തിന്റെ രൂപം മാത്രമേ കാണാൻ പറ്റൂ. കാരണം നിങ്ങളുടെ മനസ്സിൽ ഈ ശരീരമാണ് നിങ്ങൾ എന്നൊരു ചിന്താഗതിയാണ്, അല്ലേ? നിങ്ങളുടെ മനസ്സിൽ ഈ രൂപം മാത്രമേ ഉള്ളൂ നിങ്ങളെക്കുറിച്ച്. സത്യമല്ലേ? നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഇപ്പം വേണമെങ്കിൽ ധ്യാനിച്ചു നോക്ക്. കണ്ണടച്ചിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അപ്പം നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ തിരുമുഖമായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുഖമാണ് നിങ്ങൾ. അതിൻ്റെ അർത്ഥം 0.
അവിടെയും മാർക്ക് പോയി. അന്നേരം എന്തായാലും തപസ്സിന്റെ സ്റ്റേജ് വരെ നമ്മൾ എല്ലാവരും ഉണ്ട്. ഇനി മോഹം പിന്നെ നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ അല്ലേ? നിങ്ങളുടേതായിട്ടുള്ള ബന്ധുമിത്രാദികളോടൊന്നും ഒരു താല്പര്യം നിങ്ങൾക്കില്ല അല്ലേ? ഒരു 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 അറ്റാച്ച്മെന്റും ഇല്ല. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പറയണ്ട. മോഹം എന്തായാലും നമുക്കുണ്ട്. പിന്നെ മഹാമോഹ, അത് ഉറപ്പായിട്ടും. അന്നേരം ഈ 5 ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകണം. അപ്പോഴേ ഭഗവാനെ കാണാൻ പറ്റും. എന്നിട്ട് ഈ തമിശ്രവും അന്ധതമിശ്രവും തമസും മോഹവും മഹാമോഹവും കൂടെ വെച്ചിട്ട് നമ്മൾ ഭഗവാന്റെ ഭക്തരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ അടുത്തറിയുക? വിസസർജാത്മനാകായം നാഭിനന്ദം സ്തമോമയം ജഗൃയക്ഷരക്ഷാംസി രാത്രീം ശുത്രിത് സമുദ്ഭവം. ഈ തമിശ്രോ അന്ധതമിശ്രോ ഒക്കെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മദേവൻ ആകെ ഭ്രാന്ത് പിടിച്ചു. വൃത്തികെട്ട സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ അജ്ഞാനത്തിന്റെ ആ ശരീരത്തെ എടുത്ത് ഒറ്റയേറി അത് സൃഷ്ടിച്ചു. അത് ബ്രഹ്മദേവൻ ഒരു വല്ലാത്തൊരു, അതായത് നമ്മളെ സാധാരണ വ്യക്തിയല്ല ബ്രഹ്മദേവൻ, ഭയങ്കര പവറാണ്. അന്നേരം ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നത്. അന്നേരം അത്രയ്ക്ക് പവർ ബ്രഹ്മദേവനുണ്ട്. അന്നേരം ബ്രഹ്മദേവന് ഈ അജ്ഞാനമൊക്കെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മദേവന് ഭയങ്കര വിഷമമായി. ഭക്തനല്ലേ ബ്രഹ്മദേവൻ. അന്നേരം ബ്രഹ്മദേവൻ ആ അജ്ഞാനത്തിന്റെ ആ ശരീരത്തെ എടുത്ത് ഒറ്റയേറി. ഇത് കണ്ട ഉടൻ തന്നെ യക്ഷന്മാരും രാക്ഷസന്മാരും അവർ വളരെ സന്തോഷത്തോടു കൂടി ചാടി വന്ന ആ ശരീരത്തെ സ്വീകരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഇത് തന്നെയാണ് രാത്രിയായിട്ടും മാറി എന്ന് പറയുന്നു. ഈ രാത്രിയിൽ തന്നെ വിശപ്പും ദാഹത്തിന്റെയും സ്രോതസ്. മനസ്സിലായില്ലേ? അന്നേരം അന്ധകാരം, തമശ്രം, രാത്രി, വിശപ്പ്, ദാഹം, ഇതെല്ലാം തുടങ്ങിയതിങ്ങനെ, ഇതെല്ലാം രാക്ഷസന്മാരും യക്ഷന്മാരുമായിട്ടുള്ള കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഒരേ കാറ്റഗറിയിൽ വരും. മനസ്സിലാവുന്നുണ്ടോ? അതായത് വിശപ്പ്, ദാഹം, തമിശ്രം, അന്ധതമിശ്രം, മഹാമോഹ, യക്ഷന്മാര്, രാക്ഷസന്മാര്, രാത്രി, വിശപ്പ്, ദാഹം, ഇതെല്ലാം ഒരേ കാറ്റഗറിയിൽ വരും എന്ന് പറയുന്നത്. ശുത്രുദ്ഭയം ഉപസൃഷ്ടസ്തേ തം ജഗ്ധ്വം അഭിദുദ്ധ്രുവ മാ രക്ഷസ്തൈനം ജക്ഷധ്വം ഇതി ഊചു ശുദ്രടാർത്തിത. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ നിന്നാണ് രാത്രി ഉണ്ടായത്, യക്ഷന്മാരും രാക്ഷസന്മാരും ഉണ്ടായത്, അതുകൂടാതെ വിശപ്പും ദാഹവും ഉണ്ടായത്. അന്നേരം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്തായിരിക്കും? വിശപ്പ് ദാഹം, വിശപ്പ് ദാഹം, വിശപ്പ് ദാഹം. ഇതിനപ്പുറം നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ടാണ് ചില ദിവസങ്ങൾ നമ്മൾ ഉപവാസം എടുക്കുന്നത്. ആ വിശപ്പും ദാഹവും ശരീരമായിട്ട് നമ്മളെ ഇങ്ങനെ ബന്ധിപ്പിച്ചു വയ്ക്കും. ഈ ഒരു ചക്രത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയില്ല. അന്നേരം തമസ്, അന്ധതമിശ്രം, മോഹ, ഇതെല്ലാം ഉണ്ടെങ്കിലും, മഹാമോഹ, തമസ്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിന്റെ അടുത്ത സ്റ്റേജിൽ ഇതെന്തായിട്ട് മാറി? വിശപ്പും ദാഹവുമായിട്ട് മാറി. അന്നേരം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്തായിരിക്കും? വലിയ പണക്കാരനാണെങ്കിലും വിശപ്പ്, ദാഹം ഇതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. കൂടാനുകൂടി സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ കുട്ടികൾ വളരെ ഭംഗിയായിട്ട് ഭക്ഷണം കഴിക്കണം, കുടിച്ചു ഉറങ്ങിയൊക്കെ വളരെ ഭംഗിയായിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റണം. ഉറക്കം, ഭക്ഷണം, കുടി, ഇതെല്ലാത്തിൻ്റെയും ഉദ്ഭവം നമ്മളെ ഈ ലോകമായിട്ട് ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ. അന്നേരം ബ്രഹ്മദേവന് അതിനോട് അറപ്പ് തോന്നി. ആ സൃഷ്ടിയോട് ബ്രഹ്മദേവന് തന്നെ അറപ്പ് തോന്നി. ഇപ്പൊ ഉദാഹരണത്തിന് ഗവൺമെന്റ് തന്നെയാണ് ജയിൽ റെഡിയാക്കുന്നത്. പക്ഷെ ജയിലെന്ന് പറയുന്നത് ആർക്കും പോകാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ് അല്ലേ? അതേപോലെ പക്ഷെ അത് സൃഷ്ടിച്ചേ പറ്റൂ. കാരണം കുറ്റവാളികളെ
അവർക്ക് അവരെ ഒരു നല്ലൊരു പാഠം പഠിപ്പിക്കാനായിട്ട് ജയിൽ വേണമല്ലോ. അതേപോലെ ബ്രഹ്മദേവന് ഡോക്ടറിന് രോഗം ഇഷ്ടമല്ല, പക്ഷെ രോഗിയെ ചികിത്സിച്ചല്ലേ പറ്റൂ. അതേപോലെ അന്നേരം ഇതൊക്കെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മദേവന് തന്നെ അറപ്പ് തോന്നി. ബ്രഹ്മദേവൻ എടുത്ത് ദൂരെ കളഞ്ഞു ആ ശരീരത്തെ രാക്ഷസന്മാരും യക്ഷന്മാരും സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ഉടൻ തന്നെ അവർക്ക് വിശപ്പ് ദാഹം വളരെ ശക്തമായി തുടങ്ങി. ഉടൻ തന്നെ എല്ലാ ദിശകളിൽ നിന്നും അവർ ചാടി ബ്രഹ്മദേവന്റെ അടുത്ത്. എന്നിട്ട് നമുക്ക് വിശക്കുന്നു, ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം എന്നാലോചിച്ചു. ബ്രഹ്മദേവനെ തന്നെ തിന്നാൻ ആരംഭിക്കുകയാണ് ഇവരെല്ലാരും ചേർന്ന്. ദേവസ്തന്നഃ സംവിഘ്നോ മാമാം രക്ഷത രക്ഷത അഹോ മേ യക്ഷരക്ഷാംസി പ്രജായൂയം ബഭൂവിത. ബ്രഹ്മദേവന് ഭയമായി, ഒരുപാട് ടെൻഷനായി. എന്നിട്ട് ബ്രഹ്മദേവൻ അഭ്യർത്ഥിച്ചു, എന്നെ കഴിക്കരുത്, എന്നെ സംരക്ഷിക്കണം, നിങ്ങൾ എൻ്റെ മക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ യക്ഷന്മാരും രാക്ഷസന്മാരുമാണ്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ അജ്ഞാനത്താൽ ഒരു വ്യക്തി തീറ്റ കുടി എന്നുള്ള ചിന്തകളിൽ നിന്ന് പുറത്തു വരത്തില്ല, ശരീരബോധത്തിൽ നിന്ന് പുറത്തു വരത്തില്ല, അവര് ആത്മാവിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അതുകൂടാതെ സ്വന്തം എന്നുള്ളൊരു ചിന്ത പോലും അവർക്കില്ല. സ്വന്തം ആൾക്കാരോട് പോലും അടുപ്പാണ്, സ്വന്തം അച്ഛനെ തന്നെ തിന്നാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം ഇതിൽ നിന്ന് തുടങ്ങുന്നു, ഈ അജ്ഞാനത്തിൽ നിന്ന് തുടങ്ങുന്നതാണ്. അത് ഏത് തലം വരെ പോകുന്നു നോക്കിയാണ്. ദേവതാ പ്രഭയായ ദിവ്യം പ്രമുഖതോ സൃജത് തേ അഹർഷു ദേവയന്തോ വിസൃഷ്ടം തം പ്രബമ്മഃ. അതിനുശേഷം ബ്രഹ്മദേവൻ പ്രധാനപ്പെട്ട ദേവന്മാരെ സൃഷ്ടിച്ചു. സത്വഗുണത്താൽ അവർ തിളങ്ങിക്കൊണ്ടിരുന്നു. അവരിലൂടെ ആ സൃഷ്ടിയോടൊപ്പം തന്നെ പകൽ എന്ന് പറയുന്ന ആ ഒരു ഘടകം സൃഷ്ടിക്കപ്പെട്ടു. എന്നിട്ട് ദേവന്മാർ അത് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അന്നേരം സൂര്യദേവൻ ഉദിക്കുമ്പോൾ പകൽ, സൂര്യദേവൻ അസ്തമിക്കുമ്പോൾ രാത്രി. പക്ഷെ ഈ പകൽ രാത്രി അത് നേരത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അന്നേരം നമുക്ക് 12 മണിക്കൂർ പകല്, 12 മണിക്കൂർ രാത്രി അങ്ങനെ ലഭിച്ചിരിക്കുകയാണ്. അന്നേരം ആ രാത്രി സമയം ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയാണ്, പകൽ സമയം ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയാണ്. അന്നേരം പകൽ എന്ന് പറയുന്ന ദേവന്മാർക്കും അസുരിക ചിന്താഗതി ഉള്ളവർക്ക് വേണ്ടിയാണ് രാത്രി. ദേവോ ദേവാൻ ജഗന്നാഥ സൃജതി സ്മാതി ലോലുപൻ തേനം ലോലുപതയാ മൈഥുനാവീ വേദിരേ. ആസുരിക വ്യക്തികളെയെല്ലാം ബ്രഹ്മദേവന്റെ അരഭാഗത്തിൽ നിന്നും സൃഷ്ടിച്ചു. ആ അസുരിക വ്യക്തികളുടെ പ്രവണത ലൈംഗിക ബന്ധത്തിനോടുള്ള പ്രവണതയായിരുന്നു. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് പലതരത്തിലുള്ള ജീവാത്മാക്കളുണ്ട്. അവരുടെ ബോധത്തിനനുസരിച്ച് ഉള്ള ശരീരമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അന്നേരം ആദ്യത്തെ ആ അന്ധകാരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, യക്ഷന്മാരും രാക്ഷസന്മാരും, ആ പ്രകാശത്തിൽ ജീവിക്കാൻ, അതായത് സത്പ്രവൃത്തികളിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ദേവന്മാർക്ക് അതിൻ്റെതായിട്ടുള്ള ശരീരം ലഭിച്ചു. ഇനി അത് കൂടാതെ ആസുരിക ചിന്തകളിൽ മാത്രം ഇരിക്കുന്ന, അന്നേരം യക്ഷന്മാരും രാക്ഷസന്മാരും അന്ധകാരത്തിലാണ്, പക്ഷെ അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ നിൽക്കുന്ന വ്യക്തികളാണ് അസുരന്മാർ. അന്നേരം അസുരന്മാരെ സൃഷ്ടിക്കുകയാണ്. കാരണം അങ്ങനെയുള്ള ജീവാത്മാക്കൾ ജനിക്കാൻ ആഗ്രഹിക്കുന്നു. അന്നേരം അവർക്കൊരു ശരീരം ലഭിക്കണമല്ലോ. അന്നേരം ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആവശ്യകതകളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. അവരുടെ യോഗ്യത അനുസരിച്ച്, അവരുടെ ആഗ്രഹം അനുസരിച്ച്, അവരുടെ ബോധത്തിനനുസരിച്ച്, അതിനു വേണ്ടിയാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രഭുപാദ്ജി പറഞ്ഞു, ദിസ് വേൾഡ് ഇസ് നോട്ട് ഫോർ ജെന്റിൽമെൻ. സജ്ജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥലമല്ല ഈ ഭൗതിക ലോകം. ഇതൊരു കാരാഗ്രഹമാണ്. ഇവിടെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ
സമാധാനക്കേട് മാത്രമേ നമുക്ക് കിട്ടൂ. പിന്നെ ഈ ലോകം സജ്ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. അന്നേരം ഇവിടെ, അതായത് ഒരു ജയിലിനകത്ത് എന്നിട്ട് നമ്മൾ എന്ത് സമാധാനമാണ് പ്രതീക്ഷിക്കുന്നത്? മനസ്സിലായില്ലേ? അവിടെ നമ്മൾ എത്ര നല്ല പിള്ളയായാലും, നല്ല വ്യക്തിയായിട്ട്, നല്ല ജയിൽ പുള്ളിയായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാലും അതിലെന്തെങ്കിലും അർത്ഥമുണ്ട്? അന്നേരം ഇവിടെ ബ്രഹ്മദേവൻ അസുരന്മാരെ സൃഷ്ടിച്ചു അരഭാഗത്ത് നിന്ന്. അപ്പോ അവരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർക്ക് ലൈംഗിക ബന്ധത്തിനോടായിരുന്നു ഏറ്റവും കൂടുതൽ ആസക്തി. എന്തിനേറെ പറയുന്നു, അവർ നേരെ ബ്രഹ്മദേവനെ സമീപിക്കുകയാണ് ലൈംഗിക ത്വരയെ പൂർത്തീകരിക്കാൻ. ഹരേ കൃഷ്ണ. ഇപ്പൊ ലോകമെമ്പാടും കലിയുഗം ശക്തമാകുന്നതിനനുസരിച്ച് വളരെയധികം ആസുരിക രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാൻ പറ്റും അല്ലേ? ആണുങ്ങൾക്ക് ആണുങ്ങളോടും വരെ ലൈംഗിക ബന്ധം തോന്നിയാണ്, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് പോലും. അതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെയധികം നോർമൽ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും, അതിൽ അഭിമാനം കൊള്ളുന്ന വ്യക്തികളാണ് ആക്ച്വലി. അന്നേരം എന്ത് പറയാനാണ്, ഇത് വളരെ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. പക്ഷെ എന്നാലും ഉള്ളിലെ ആ ലൈംഗിക ബന്ധത്തിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്ന വ്യക്തികളാണ് ഈ രീതിയിൽ തിരിയുന്നത്. ഉള്ളിലെ ആ ലൈംഗിക ത്വര കൂടി 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 അവർക്ക് പിന്നെ ആ ശരീരത്തിനോടുള്ള അറ്റാച്ച്മെന്റ് കൂടി കൂടി ആ ആണുങ്ങൾക്ക് ആണുങ്ങളോടും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളോടും ഉള്ള ആ ഒരു തലത്തിലേക്ക് എത്തുന്നതാണ്. അത് ഉള്ളിൻ്റെ ആ കാമാസക്തി കൂടുന്നതിൻ്റെ ലെവൽ അനുസരിച്ചിരിക്കും. അന്നേരം ഈ ലോകത്ത് ഭക്ഷണം, വെള്ളം കുടിക്കുന്നതും ഉറക്കം, ഇതൊക്കെ ശരീരത്തിന് ഒരു ലിമിറ്റിന് വേണം. പക്ഷെ ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് കരുതി കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ അല്ലേ? നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് കഴിക്കുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഉറങ്ങുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ഇതൊന്നും ശരിയല്ല. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ചെയ്യണം. അപ്പോഴാണ് അത് കാരണം. അതേപോലെ ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിലൂടെ ഒരു കൂട്ടം സജ്ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അവരുടെ സമ്മതത്തോടു കൂടി എടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ആ വിവാഹ ജീവിതത്തിലെ ഒരു ചെറിയൊരു ഘടകം മാത്രമാണ് ലൈംഗിക ബന്ധം. അത് സജ്ജനങ്ങളെ ഈ ലോകത്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരു സൃഷ്ടി പ്രക്രിയ മാത്രമാണ്, അല്ലാതെ അതല്ല ജീവിതത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഇന്ന് ഈ ലോകം എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുക. തതോ ഹസൻസ ഭഗവാൻ അസുരേർ നിരപത്രഭേ അന്വയമാനസ്തരസാ ക്രുദ്ധോ വിദാ പരാപതത്. അപ്പോൾ ബ്രഹ്മദേവനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ചു അസുരന്മാർ. ഇത് കേട്ടപ്പോൾ ബ്രഹ്മദേവൻ തന്നെ ചിരിച്ചു. പക്ഷേ ബ്രഹ്മദേവൻ തമാശയായിട്ടാണ് കരുതിയത്. പക്ഷെ അസുരന്മാര് ഒരു നാണവും ഇല്ലാതെ ബ്രഹ്മദേവന്റെ അടുത്തോട്ട് ഇങ്ങനെ വരികയായിരുന്നു. അപ്പം ബ്രഹ്മദേവന് ഭയം തോന്നി. അന്നേരം ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് തമാശയായിട്ടാണ് വിചാരിക്കുന്നത്. പക്ഷേ ആണുങ്ങളെ ദ്രോഹിക്കുന്ന പല ആണുങ്ങളും ഉണ്ട്. സത്യം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലോകമാണ്. ഇതൊക്കെ സൃഷ്ടിയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ബ്രഹ്മദേവൻ അനുഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ തീവ്രതയിൽ എത്തിയിരിക്കുകയാണ് ഈ കലിയുഗം. സ ഉപവ്രജ്യ വരദം പ്രപന്നാർത്തിഹരം ഹരിം അനുഗ്രഹായ ഭക്താനാം അനുരൂപാത്മദർശനം. അന്നേരം ബ്രഹ്മദേവനെ എല്ലാവരും കൂടെ കൊല്ലുന്ന അവസ്ഥയിലെത്തി അസുരന്മാർ. നമ്മൾ ആലോചിച്ചു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടുകയാണ് ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവനെ അസുരന്മാരെല്ലാവരും കൂടെ ചേർന്ന് നിർബന്ധിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയാണ്. ഹരേ കൃഷ്ണ. ബ്രഹ്മദേവൻ ഭയപ്പെട്ടു. ബ്രഹ്മദേവൻ ഭഗവാനെ സ്മരിച്ചു. എല്ലാ ഭക്തരുടെയും ആപത്തുകളെ അകറ്റുന്ന ആ ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിച്ചു.
ഭഗവാൻ അസംഖ്യം രൂപങ്ങൾ എടുക്കുന്ന ആ ഭഗവാനെ ആശ്രയിച്ചു. ഹരേ കൃഷ്ണ. സ ഉപവ്രജ്യ വരദം പ്രപന്നാർത്തി ഹരം ഹരീം. പ്രപന്നാർത്തി ഹരം ഹരീം. അന്നേരം ആരാണോ അദ്ദേഹത്തിനെ ആശ്രയിക്കുന്നത് അവരുടെ എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുന്നവൻ ഹരി. സ ഉപവ്രജ്യ വരദം, എല്ലാ വരങ്ങളും നൽകുന്ന ഹരി. പ്രപന്നാർത്തി ഹരം ഹരി. ആ പ്രപന്നാർത്തി എന്ന് പറഞ്ഞാൽ ആരാണോ അദ്ദേഹത്തെ ആശ്രയിക്കുന്നത്, ഹരം അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും ഹരിക്കുന്നവൻ. അനുഗ്രഹായ ഭക്താനാം, ഭക്തരെ എപ്പോഴും അനുഗ്രഹിക്കുന്ന ആ ഹരി. അനുരൂപാത്മദർശനം, ആ ഭക്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രൂപത്തിൽ ദർശനം നൽകുന്ന ആ ഹരിയെ ധ്യാനിച്ചു. ഹരേ കൃഷ്ണ. അപ്പോ ഭഗവാൻ ഒന്നും ചെയ്തില്ലേ? നോക്കാം. പാഹിമാം പരമാത്മസ്തേ പ്രേഷണേനാശ്രുജം പ്രജ ത ഇമായഭീതും പാപ ഉപക്രമാന്തി മാം പ്രഭു. ബ്രഹ്മദേവൻ ഭഗവാനെ സമീപിച്ചു. ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഈ അസുരന്മാരിൽ നിന്നും എന്നെ രക്ഷിക്കണേ, ഈ പാപികളായിട്ടുള്ള അസുരന്മാരിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. അങ്ങയുടെ നിർദ്ദേശപ്രകാരമല്ലേ ഞാൻ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെട്ടത്. അവരുടെ ഉള്ളിലെ ആ ലൈംഗിക ത്വര പൂർത്തീകരിക്കപ്പെടാത്തതുകൊണ്ട് അവരെന്നെ ആക്രമിക്കാൻ പോവുകയാണ്. പാഹിമാം പരമാത്മസ്തേ പ്രശേനേ സൃജം പ്രജാ ഇമായ ഭൂതം പാപ ഉപക്രമാന്തി മാം പ്രഭോ. ത്വമേക കില ലോകാനാം ക്ലിഷ്ടാനാം ക്ലേശനാശനാ ത്വമേക ക്ലേശദസ്തേഷാം അനാസന്നാ പദം തവ. എന്താണ് ഇവിടെ പറയുന്നത്? ത്വം ഏക കില ലോകാനാം, ഈ ലോകത്തിൽ, അഖില ലോകത്തിലും, ക്ലിഷ്ടാനാം ക്ലേശനാശന, ദുഃഖത്തിൽ ഇരിക്കുന്നവരുടെ ക്ലേശത്തെ നശിപ്പിക്കുന്നവൻ. ക്ലിഷ്ടാനാം ക്ലേശനാശന ത്വം ഏക ക്ലേശദസ്തേഷാം. അങ്ങേക്ക് മാത്രമേ, അങ്ങയുടെ തൃപ്പാദങ്ങൾ അനാശന പദാം തവ. അന്നേരം അങ്ങേ ആശ്രയിക്കുന്നവരുടെ ക്ലേശങ്ങളെ അങ്ങ് നശിപ്പിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ക്ലേശനാശനനാണ്. പക്ഷെ അതേ സമയത്ത് അനാസന പാദം തവ, അനാസന, ആരാണോ അങ്ങയുടെ പാദത്തെ ആശ്രയിക്കുന്നത്, ത്വം ഏക ക്ലേശദസ്തേഷാം, അവർക്ക് ഏറ്റവും വലിയ ക്ലേശം അങ്ങ് തന്നെ. കിടിലല്ലേ? എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് ഇവിടെ പറയുന്നു, ആരാണോ അങ്ങയുടെ പാദത്തെ ആശ്രയിക്കുന്നത്, ഈ ത്രിലോകങ്ങളിലും എല്ലാ ക്ലേശങ്ങളെയും നശിപ്പിക്കുന്ന ക്ലേശനാശനനാണ് അങ്ങ്. അതേ സമയത്ത് അങ്ങയുടെ പാദം ആരാണോ ആശ്രയിക്കാത്തത് അവരുടെ ഏറ്റവും വലിയ ക്ലേശം അങ്ങ് തന്നെ. ഹരേ കൃഷ്ണ. അടിപൊളി ശ്ലോകം അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഇതാണ് ഭാഗവത്തിന്റെ മാധുര്യം. സൂപ്പർ ശ്ലോകം അല്ലേ? അന്നേരം അങ്ങേ ആശ്രയിക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ ക്ലേശങ്ങളെയും അങ്ങ് അകറ്റും. പക്ഷെ അതേ സമയത്ത് അങ്ങേ ആശ്രയിക്കാത്തവർക്ക് ഏറ്റവും വലിയ ക്ലേശം അങ്ങ് തന്നെയായിരിക്കും. സോ അപധര്യാസ്യ കാർപണ്യം വിവിക്താധ്യാത്മദർശന വിമുഞ്ചാത്മതനും ഘോരം ഇതി ഉക്തോ വിമോചഃ. ഇവിടെ പറയുന്നു, സ അവധാര്യ അസ്യ കാർപണ്യം വിവിക്താധ്യാത്മദർശന, എല്ലാവരുടെയും മനസ്സ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ആ ഭഗവാൻ കണ്ടു ബ്രഹ്മദേവന്റെ ആ ദുഃഖം. ഇതിൽ നമുക്കെല്ലാവർക്കും വലിയൊരു പാഠമാണ്. നമ്മൾ ആരുടെ നാമം ജപിക്കുന്നത്? ഗുരുവായൂരപ്പന്റെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ.
എന്നാൽ നമുക്കൊരു ക്ലേശം വന്നു കഴിഞ്ഞാൽ ആ ക്ലേശത്തിന്റെ നാശകനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അത് ഏത് രീതിയിൽ വന്നാലും ഒറ്റ പ്രാർത്ഥന മാത്രം മതി. ഭഗവാന്റെ പേര് അച്യുതൻ എന്നാണ്. അച്യുതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റായിട്ട് ഒരിക്കലും വരത്തില്ല, കറക്റ്റ് ടൈമിൽ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ആശ്രയിച്ചാൽ മാത്രം മതി. കറക്റ്റ് ടൈമിന് ആളെത്തി നമ്മളെ രക്ഷിച്ചിരിക്കുന്നുണ്ടാണ്, ഒരു സംശയം വേണം. നമ്മൾ അദ്ദേഹത്തിൻ്റെ നാമം മാത്രം വിശ്വസിച്ച് ജപിച്ചാൽ മതി. എന്നാൽ ഇവിടെ പറയുന്നു, എല്ലാവരുടെയും മനസ്സ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഭഗവാൻ. വളരെ മനോഹരല്ലേ? അന്നേരം നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ഭഗവാനെ നന്നായിട്ട് കാണാൻ പറ്റും. അത് ഇവിടെ പറയുകയാണ്. അന്നേരം ഇവിടെ പറയുന്നു, വിവിക്ത, ഒരു സംശയവും വേണ്ട, ആധ്യാത്മദർശന. അന്നേരം ഇതിൽ ഒരു സംശയം വേണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരുടെയും മനസ്സ് വളരെ വ്യക്തമായിട്ട് ഭഗവാന് കാണാൻ കഴിയും, അതിലൊരു സംശയമില്ല. അന്നേരം ഭഗവാൻ കണ്ടു ബ്രഹ്മദേവന്റെ ആ ദുഃഖം. ഉടൻ തന്നെ ഭഗവാൻ പറഞ്ഞു, വിമുഞ്ചാത്മതനും ഘോരം ഇതി ഉക്തോ വിമുമോചഃ. അങ്ങനെ എന്താ സംഭവിച്ചത്? ബ്രഹ്മദേവ ആ ശരീരം എടുത്ത് കളയൂ എന്ന് പറഞ്ഞു. ഒന്നാലോചിച്ചു ഇവിടെ. അന്നേരം ഭഗവാൻ ആ ദുഃഖത്തെ മനസ്സിലാക്കി, ആ പ്രശ്നത്തെ മനസ്സിലാക്കി, ഉടൻ തന്നെ പറഞ്ഞു, ഈ ശരീരത്തെ എടുത്ത് കളയൂ എന്ന് പറഞ്ഞു. ത്വം ഗണച്ചരണാംബോജം മദമിഹ്വലലോചനം കാഞ്ചികലഭവിലസാ ദുഃഖൂലച്ചനരോദസം. അന്നേരം നമ്മുടെ ബ്രഹ്മദേവൻ ഈ സൃഷ്ടിയുടെ ഇടയിൽ അനുഭവിച്ച കാര്യങ്ങളാണ്. അന്നേരം നമ്മുടെയൊക്കെ കാര്യം പറയേണ്ട ആവശ്യമുണ്ട്. ബ്രഹ്മദേവൻ ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. അന്നേരം ഇതിൻ്റെ ഇടയിൽ എത്ര പ്രാവശ്യം ബ്രഹ്മദേവൻ ശരീരം ഉപേക്ഷിച്ചു എന്ന്. അന്നേരം ഈ ശരീരം എന്ന് പറയുന്നത് സൃഷ്ടി കർമ്മങ്ങൾക്ക് വേണ്ടിയാണ്. അന്നേരം ബ്രഹ്മദേവന് എത്ര ശരീരം വേണമെങ്കിലും എടുക്കാൻ പറ്റും. അത് ബ്രഹ്മദേവന്റെ പവറാണ്. അന്നേരം ഉടൻ തന്നെ ബ്രഹ്മദേവൻ ആ ശരീരത്തെ എടുത്ത് ദൂരെ എറിഞ്ഞു. ഉടൻ തന്നെ ആ ശരീരം എന്തായി? സന്ധ്യാസമയമായിട്ട് മാറി. അതായത് പകലും രാത്രിയും കൂടെ, രാത്രിയുടെ ഇടയിലുള്ള ആ സന്ധ്യാസമയം, ആ ഒരു സമയം എല്ലാവരുടെ ഉള്ളിലും രജോ ഗുണത്തെ ആക്ടിവേറ്റ് ചെയ്യും. അന്നേരം ആ ഒരു സന്ധ്യാസമയമായിട്ട് അത് മാറി. അതുകൊണ്ടാണ് എല്ലാവരും സൺസെറ്റ് കാണാൻ പോകുന്നത്, അല്ലേ? അന്നേരം എല്ലാവരുടെ ഉള്ളിലും ആ രജോ ഗുണത്തെ ഉണർത്തുന്ന ആ സന്ധ്യാസമയം അവിടെ ആവിർഭവിച്ചു. അന്നേരം അസുരന്മാർ പൊതുവെ രാജസികരാണ്. അന്നേരം അവർ ആ സന്ധ്യാസമയത്തെ ഒരു സ്ത്രീയായിട്ട് സങ്കല്പിച്ചു. എന്നിട്ട് അവർ ആ സന്ധ്യയുടെ ഭംഗിയെ വർണ്ണിക്കാൻ ആരംഭിച്ചു. അന്യോന്യശ്ലേഷയോത്തുംഗ നിരന്തര പയോധരം സുനാസം സുദ്വിജം സ്നിഗ്ധ ഹാസലീലാവലോകനം. അന്നേരം അവര് ആ സന്ധ്യാസമയത്തെ ഒരു സ്ത്രീയായിട്ട് സങ്കല്പിച്ച് ആ സ്ത്രീയുടെ രൂപത്തെ വർണ്ണിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ സന്ധ്യ, അന്നേരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം കുട്ടികൾ തെറ്റായിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിലും അതൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺമുന്നിൽ നടക്കുന്നില്ല. അതായത് യഥാർത്ഥത്തിൽ അതൊരു വീഡിയോ ആണ്. പക്ഷെ എന്നാലും ഒരാളുടെ ഉള്ളിലെ കാമാസക്തി ഉദ്വേഗിപ്പിക്കുന്നു, ഒരു ചിത്രമാണെങ്കിൽ പോലും. അന്നേരം എത്രത്തോളം ആ ആസുരിക പ്രവണത ഉള്ളിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അത് യാഥാർത്ഥ്യമല്ലെങ്കിൽ പോലും സങ്കല്പിച്ച്
ആ ഒരു ആസ്വാദനം കണ്ടെത്തുന്ന ഒരു രീതിയിൽ, അതൊക്കെ ആസുരിക പ്രവണതകളാണ്. അന്നേരം അതേപോലെ അസുരന്മാരുടെ ഉള്ളിലും ആ സന്ധ്യാസമയം ഒരു സ്ത്രീ രൂപമായിട്ട് അവർ സങ്കല്പിച്ച് അതിനെ പോലും ആസ്വദിക്കാൻ അവർ തോന്നുകയാണ്. ഗൂഹന്തീം വൃഢയാത്മനം നീലാലകാവരൂതിനീം ഉപലഭ്യാസുരധർമ്മ സർവേ സമ്മോഹ സ്ത്രീയം. അന്നേരം ആ സന്ധ്യാസമയത്തെ ഒരു സ്ത്രീരൂപമായി സങ്കല്പിച്ച് അവരുടെ ഉള്ളിലെ ലൈംഗിക ത്വര വർദ്ധിച്ചു. അഹോ രൂപം അഹോ ധൈര്യം അഹോ അസ്യ നവം വയ മധ്യേ കാമയമാനം അകിമേവ വിസർപ്പതി. അസുരന്മാരെല്ലാം ആ സ്ത്രീയെ സ്തുതിക്കാൻ തുടങ്ങി. ഓ, എത്രത്തോളം സുന്ദരിയാണ് നീ, എത്രത്തോളം യൗവനത്തിലാണ് നീ ആരാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്തുതിക്കുകയാണ്. വിതർക്യന്തോ ബഹുദാ തം സന്ധ്യാം പ്രമദകൃതിം അഭിസംഭവയാ വിശ്രംഭ പരിപ്രച്ഛാങ്കുമേദശ. അന്നേരം ഇതൊന്നും ഒരു സാങ്കല്പിക കഥയല്ല, വേറൊരു തത്വം പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞു നൽകുന്ന കഥകളല്ല. പക്ഷേ ഇത് ഒരുപാട് മീനിങ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഒരുപാട് തത്വങ്ങളുണ്ട്. ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഭാഗവതത്തെയാണ് എല്ലാവരും സ്റ്റഡി ചെയ്യേണ്ടത്, റിസർച്ച് ചെയ്യേണ്ടത്. ശ്ലോകങ്ങൾ പാരായണം ചെയ്തല്ല പോകേണ്ടത്. പ്രഭുപാദ്ജിയുടെ ആ ശ്ലോകങ്ങളും ഭാവാർത്ഥം വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സ്വന്തം സൈക്കോളജി നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ മൈൻഡ് ഏതൊക്കെ തലത്തിലോട്ടാണ് ഷിഫ്റ്റ് ആവുന്നതും ഒക്കെ പഠിക്കാൻ പറ്റും. അന്നേരം പലതരത്തിലുള്ള ഊഹാഭോഹങ്ങളിൽ അവര് സന്ധ്യയെക്കുറിച്ച് ഇങ്ങനെ സങ്കല്പിച്ചു. അവരെല്ലാവരും കൂടെ ആ സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. കാ അസീ കസ്യാസി രംഭോരുകോ വർത്തസ്തേ അത്ര ഭാമിനി രൂപദ്രവിണാ പന്യേന ദുർഭാഗന്നോ വിഭാവസേ. നീ ആരാണ് സുന്ദരി എന്നൊക്കെ പറഞ്ഞ്, നീ ആരുടെ മകളാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇപ്പോഴത്തെ ഓരോ സിനിമാ പാട്ടുകളും നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ആണുങ്ങൾ നായികയെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും, നായകനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ സ്തുതിക്കും അർഹനായിട്ട് ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ആര്? കണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ചിത്രത്തിലുള്ള ആള്, അദ്ദേഹമാണ് എല്ലാ സ്തുതിക്കും അർഹനായിട്ടുള്ളത്. അദ്ദേഹവും ശ്രീമതി രാധാറാണിയാണ്. വേറെ ആരും സ്തുതിക്ക് അർഹനല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യാവാകചിത്വം അബലേ ദൃഷ്ട്യാ സന്ദർശനം തവ ഉത്സുനോ ശിക്ഷമാനാനാം കന്തുകാ ക്രീഡയാമന. ഇവിടെ എന്നിട്ട് ഇവരിങ്ങനെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. നൈകത്ര തേജായതി ശാലിനി പാദപത്മം ഗ്രന്ഥ്യമുഹുകരതലേന തടപടാംഗം മധ്യം വിഷീദതി ബൃഹസ്തന സ്തനഭരാഭീതം സന്തേവ ദൃഷ്ടി അമലശുക്ഷണീ സമൂഹം. വീണ്ടും വീണ്ടും ആ രൂപത്തിന്റെ ഭംഗിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതി സായന്തനീം സന്ധ്യാം അസുരപ്രമദ്യതീം പ്രലോഭയന്തീം ജഗ്രുർമത്വമൂഢാദിയാ സ്ത്രീയം. അങ്ങനെ അതൊരു സ്ത്രീയായിട്ട് സങ്കല്പിച്ച് എല്ലാ അസുരന്മാരും കൂടെ ആ സ്ത്രീയെ പിടിക്കാനായിട്ട് പോവുകയാണ്. പ്രഹസ്യ ഭാവഗംഭീരം ജഗ്രന്തെ ആത്മനം ആത്മന കാന്തായ സസർജ ഭഗവൻ ഗന്ധർവാപ്സരസം ഗണാൻ. ഇതെല്ലാം കണ്ടിട്ട് ബ്രഹ്മദേവൻ ചിരിക്കുകയല്ല. ഭഗവാന്റെ ആ ഒരു ലീല കണ്ടിട്ട്, ഭഗവാന്റെ ആ മായ കണ്ടിട്ട് ബ്രഹ്മദേവൻ ചിരിച്ചു. എന്നിട്ട് ബ്രഹ്മദേവൻ സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു. അന്നേരം ഗന്ധർവന്മാരും അപ്സരസ്സുകളും എല്ലാം ബ്രഹ്മദേവനിൽ നിന്ന് വരികയാണ്. വിസസർജത്തനും ദാം വൈ. അന്നേരം നമ്മളിപ്പോൾ പഠിക്കുന്നത് വിസർഗമാണ്.
സൃഷ്ടിക്ക് 2 ഘടകമുണ്ട്, സർഗം വിസർഗം. സർഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സൃഷ്ടി, അതായത് പ്രധാനത്തിൽ നിന്നും മഹത്വത്വവും അങ്ങനെ ഭഗവാന്റെ നോട്ടത്തിലൂടെ എല്ലാ മൂലകങ്ങൾ തയ്യാറായി. എന്നിട്ട് രണ്ടാമത്തെ സൃഷ്ടി ബ്രഹ്മദേവനിലൂടെ നടന്ന സൃഷ്ടികളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ദ്വിതീയ സൃഷ്ടി, അതാണ് വിസർഗം എന്ന് പറയുന്നത്. വിസസർജാതനും താം വൈ ജ്യോത്സ്നം കാന്തിമതിം പ്രിയം തമേവ ചാതു പ്രീത്യാ വിശ്വസു പുരോഗമ. അപ്പോ ബ്രഹ്മദേവൻ ആ സമയത്ത് ലഭിച്ച ആ ശരീരം, സന്തോഷത്താൽ ലഭിച്ച ആ ശരീരം, അത് ചന്ദ്രന്റെ നിലാവുമായിട്ട്, അപ്പോൾ അത് ആ നിലാവ്, ചന്ദ്രന്റെ നിലാവിന്റെ ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയമായിട്ട് സങ്കല്പിക്കുന്നു. അന്നേരം ആ ഒരു നിലാവിനോട് ഉതകുന്ന രീതിയിലുള്ള ശരീരമായിരുന്നു. അന്നേരം പകലുണ്ടായി, രാത്രി ഉണ്ടായി, സന്ധ്യ ഉണ്ടായി, ഇനി ആ ചന്ദ്ര നിലാവുള്ള ആ സമയം, അത് ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോ വിശ്വവസു ബാക്കിയുള്ള ഗന്ധർവന്മാര് ആ ശരീരത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അത് അവരുടെ സമയമായി മാറി. സൃഷ്ട്വാ ഭൂതപിശാചംശ്ച ഭഗവന്നാത്മതന്ത്രിണാ ദിഗ്വാസസോ മുക്തകേശ വീക്ഷചമീലയദൃശോ. അതിനുശേഷം ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും, ഒരു മിനിറ്റ്, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഇവിടെ പറയുന്നു, സൃഷ്ട്വാ ഭൂതപിശാചംശ്ച ഭഗവാനാത്മതന്ത്രിണാ ദിഗ് ആശ്രാമുക്ത കേശാൻ വീക്ഷിച്ചു. അന്നേരം ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ അലസതയിൽ നിന്നും ഭൂതപ്രേതാദികളെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് ആ ഭൂതപ്രേതാദികൾ വസ്ത്രമൊന്നും ഇല്ലാതെ അവരിങ്ങനെ, ദേഹം മുടി തന്നെ വസ്ത്രമായിട്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് ബ്രഹ്മദേവൻ കണ്ണടച്ചു. എന്നാൽ ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുകയാണ്. ജഗ്രുസ്തദ്വിസൃഷ്ടം തം ജൃംഭണാഖ്യം തനും പ്രഭോ നിദ്രാമിന്ദ്രിയ വിക്ലേദോ യയാ ഭൂതേഷു ദൃശ്യതി ഏനോചിഷ്ടം ദർശയന്തി തം ഉന്മാദം പ്രചക്ഷതി. അന്നേരം ബ്രഹ്മദേവൻ അലസതയോടുകൂടി കോട്ടുവായിട്ട സമയത്ത് ആ ഒരു ശരീരം വന്നു. ആ ശരീരത്തെ ഭൂതപ്രേതാദികൾ സ്വീകരിച്ചു. അന്നേരം ഇവിടെ പറയുന്നു, ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ വായിന്ന് ഇങ്ങനെ ഇത് വരുമല്ലോ, വെള്ളം ഇങ്ങനെ നീരിങ്ങനെ പുറത്തിങ്ങനെ ഇതാവുന്നില്ല, അത് വളരെ അശുഭമാണെന്നാണ് പറയുന്നത്. അത് ഭൂതപ്രേതാദികളുടെ സൃഷ്ടി അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത് പറയുന്നു. അന്നേരം ഇവിടെ പറയുന്നു, ഈ ഭൂതപ്രേതാദികൾ അശുദ്ധിയിലിരിക്കുന്നവരെയാണ് ആക്രമിക്കുന്നതെന്ന് പറയുന്നു. അവര് ഭൂതപ്രേതാദികൾ ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സ്ഥലകാല ബോധം ഇല്ലാതെ പെരുമാറുന്നതും, ഒരു തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ല, അങ്ങനെയുള്ള വ്യക്തികളെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെ ഭൂതപ്രേതാദികൾ ആക്രമിച്ചിട്ടുണ്ട്, അവരെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അശുദ്ധിയിലൂടെയാണ് ഭൂതപ്രേതാദികൾ ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നത്. ഊർജവന്തം മന്യമാന ആത്മാനാം ഭഗവന്നജ സദ്യാ ഗണാൻ പിതൃഗണാൻ പരോക്ഷേണാസൃജ പ്രഭു. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ജപിക്കാൻ ഒരിക്കലും തോന്നത്തില്ല, മനസ്സിലായില്ലേ? ഇത്തരം അന്നേരം ബ്രഹ്മദേവന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരുപാട് ശക്തിയും ആഗ്രഹങ്ങളും വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലായി. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ അദൃശ്യ രൂപത്തിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്നും സാധ്യന്മാരും പിതൃക്കളെയും സൃഷ്ടിച്ചു. അന്നേരം പിതൃലോകവാസികൾ അങ്ങനെയുള്ളൊരു വിഭാഗത്തെ സൃഷ്ടിച്ചു. അതായത്
മരിച്ചു കഴിഞ്ഞ് ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാത്തവർക്ക് താമസിക്കാനുള്ള ആ ഒരു വിഭാഗം ലോകങ്ങളെ സൃഷ്ടിച്ചു. ആത്മാ സർഗം തം കായം പിതരാ പ്രതിപീതിരേ സദ്യേഭ്യശ്ച പിതൃഭ്യശ്ച കവയോ വിതന്വതി. നമുക്കിത് കേൾക്കുമ്പോൾ വളരെ ഇത് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് അവിശ്വസനീയമായിട്ട് തോന്നും, ഇത്രയ്ക്ക് സിമ്പിളാണോ എന്ന്. ഇപ്പോൾ വണ്ടി ഓടിക്കുന്നതായിട്ട് ഒരു വ്യക്തി കാണുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ വണ്ടി ഓടിക്കുന്ന വ്യക്തിക്ക് അറിയാം അതിൻ്റെ പുറകിലുള്ള എത്രത്തോളം ടഫ്നെസ് അതിൻ്റെ പുറകെയുണ്ട്, കോംപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ. ഒരു വിമാനം ഓടിക്കുമ്പോഴും കാണുമ്പോൾ, വിമാനം പറക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറക്കുന്നല്ലോ, പക്ഷെ അതിൻ്റെ പുറകിൽ ഒരുപാട് ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. അന്നേരം അതൊന്നും മനസ്സിലാക്കാനുള്ള യോഗ്യത നമുക്കില്ല. പക്ഷേ ഇൻ ജനറലായിട്ട് വളരെ ചുരുക്കത്തിൽ നമുക്ക് സൃഷ്ടികർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു നൽകുകയാണ്. അന്നേരം ബ്രഹ്മദേവന്റെ ആ ഒരു ശരീരത്തെ പിതൃക്കൾ എല്ലാവരും സ്വീകരിച്ചു. അന്നേരം ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു അദൃശ്യ ശരീരത്തിലൂടെയാണ് അവർ എല്ലാ പിതൃകർമ്മങ്ങളുടെ ആഹുതികളൊക്കെ സ്വീകരിക്കുന്നു. സിദ്ധാൻ വിദ്യാധരം ചൈവ തിരോധാനേന സോ അസൃജത് തേഭ്യോ അദദത്തം ആത്മാനം അന്തർധാനാഖ്യമദ്ഭുതം. അതിനുശേഷം ബ്രഹ്മദേവൻ അദൃശ്യനാകാൻ പറ്റുന്ന ആ ഒരു സിദ്ധിയിലൂടെ സിദ്ധന്മാരെയും വിദ്യാധരന്മാരെയും സൃഷ്ടിച്ചു. എന്നിട്ട് അവർക്ക് ആ സിദ്ധികളും നൽകി, പ്രധാനമായിട്ട് അന്തർധാന സിദ്ധി. അതായത് അന്തർധാനത്തിന്റെ പ്രത്യേകത പ്രഭുപാദജി പറയുന്നു, ആ വ്യക്തികൾ ഉണ്ടായിരിക്കും പക്ഷെ ആർക്കും കാണാൻ കഴിയില്ല. അന്നേരം അങ്ങനെ പല സിദ്ധികളും കൊടുത്തു. സ കിന്നരാൻ കിം പുരുഷാൻ പ്രത്യാത്മേന സൃജത് പ്രഭു മാനയൻ ആത്മനാത്മാനം ആത്മഭാസം വിലോകിയൻ. ഒരു ദിവസം ബ്രഹ്മദേവന്റെ തന്നെ പ്രതിബിംബം വെള്ളത്തിൽ കാണുകയായിരുന്നു. അതിനെ കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. അതിലൂടെ കിംപുരുഷന്മാരും കിന്നരന്മാരും ആ പ്രതിബിംബത്തിൽ നിന്നും പുറത്തു വന്നു എന്ന് പറയുന്നു. തേതു തജ്ജഗ്രൂരൂപം ത്യക്തം യത് പരമേഷ്ഠിനാം മിഥുനീ ഭൂയാ ഗായന്തസ്തം ഏവോഷസി കർമ്മഭി. ബ്രഹ്മദേവന്റെ നിഴൽ നിന്നും കിംപുരുഷന്മാരും കിന്നരന്മാരും അവരുടെ ശരീരത്തെ സ്വീകരിച്ചു. ഇവരുടെ ആ ഒരു സമയം പറയുന്നു, പകൽ പകൽ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമ്മൾ എടുക്കുന്ന ആ ഒരു വിശ്രമം, അതാണ് അവരുടെ സമയം. അന്നേരം ആ സമയത്ത് പൊതുവെ കിംപുരുഷന്മാരും കിന്നരന്മാരും എപ്പോഴും അവരുടെ ഇണകളോട് കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അന്നേരം അങ്ങനെയുള്ളൊരു വിഭാഗത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ദേഹേന വൈ ഭോഗവത ശായനോ ബഹുചിന്തയാ സർഗേ അനുപചിതേ ക്രോധാത് ഉത്സർജ. ഒരു ദിവസം ബ്രഹ്മദേവൻ ഇങ്ങനെ വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ചിന്തയുണ്ടായി, സൃഷ്ടികർമ്മങ്ങൾ വേണ്ട രീതിയിൽ നടക്കുന്നില്ല, ഇനിയും കുറെ ജീവാത്മാക്കൾക്ക് ശരീരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അന്നേരം അദ്ദേഹം കുറച്ച് വ്യാകുലപ്പെട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തെ ഉപേക്ഷിച്ചു. യേ അഹ്യന്താമുദാകേശാം അഹയസ്തേ അംഗജഞ്ജിരേ സർപ്പാ പ്രസർപ്പദാ ക്രൂര നാഗഭോഗോരു ഗന്ധര. ഇവിടെ മൈത്ര ഋഷി പറഞ്ഞു, വിതുരരെ, ബ്രഹ്മദേവന്റെ ദേഹത്തിൽ നിന്നും വീണ രോമങ്ങളിൽ നിന്നും നാഗങ്ങളുണ്ടായി.
അതിലൂടെ നാഗലോകവാസികൾ അസംഖ്യം ഫണങ്ങളുള്ള നാഗങ്ങളും എല്ലാവരും ആ വിഭാഗത്തെ സൃഷ്ടിച്ചു ബ്രഹ്മദേവൻ. സ ആത്മാനം മന്യമാന കൃതകൃത്യം വിവാത്മഭൂ തടമനൂം സസർജന്തേ മനസാ ലോകഭാവന. ഒരു ദിവസം ബ്രഹ്മദേവന് തോന്നി അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾ ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടു എന്ന്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും മനുക്കളെ സൃഷ്ടിച്ചു. ഈ ലോകത്തിൽ ധർമ്മം സ്ഥാപിക്കാനായിട്ടും ധർമ്മത്തെ നിലനിർത്താനുമായിട്ടുള്ള മനുക്കളെ ബ്രഹ്മദേവന്റെ മനസ്സിൽ നിന്നും സൃഷ്ടിച്ചു. തേഭ്യസോ അസൃജത് സ്വയം പുരും പുരുഷമാത്മവാൻ തദ്ദൃഷ്ട്യായേ പുരാ സൃഷ്ട പ്രശംസു പ്രജാപതി. അന്നേരം ആദ്യം 4 കുമാരന്മാരുടെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ, മരീചിയെക്കുറിച്ചും സപ്തഋഷികളെ. അതിനുശേഷം എന്തൊക്കെ സൃഷ്ടിച്ചു എന്നായിരുന്നു വിദുരരുടെ ചോദ്യം. അതാണ് ഇവിടെ പറയുന്നത്. അന്നേരം ഈ മനുക്കൾക്ക് ബ്രഹ്മദേവൻ്റെതായിട്ടുള്ള അതേ രൂപം നൽകി. അന്നേരം മനുഷ്യ ശരീരത്തെ കണ്ടപ്പോൾ ഗന്ധർവന്മാരും ദേവന്മാരും ഒക്കെ ബ്രഹ്മദേവനെ ഒരുപാട് പ്രശംസിച്ചു. കാരണം ബ്രഹ്മദേവനെ പോലുള്ളൊരു ശരീരമാണ് നമ്മുടെ എന്ന് പറയുന്നത്, മനുഷ്യ ശരീരം. എന്നാലോചിച്ചോ. അഹോ ഏതജ്ജഗത് സൃഷ്ട സുഹൃതം വദതേ കൃതം പ്രതിഷ്ഠിത ക്രിയാ യസ്മിൻ ശാകം മന്നം മദം ഹേ. എന്നിട്ട് മനുഷ്യരെ കണ്ടിട്ട് ദേവന്മാരെല്ലാവരും ബ്രഹ്മദേവനോട് പ്രാർത്ഥിക്കുകയാണ്, സൃഷ്ടികർത്താവായ ബ്രഹ്മദേവ, നമ്മൾ ഒരുപാട് സന്തുഷ്ടരാണ്, അങ്ങ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സൃഷ്ടിയാണ് നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇവർ ചെയ്യുന്ന ധർമ്മത്തിലൂടെ നമുക്കും നമ്മുടെ ശക്തി ലഭിക്കും എന്ന് ദേവന്മാർ സന്തോഷിച്ചു. തപസാ വിദ്യയായുക്തോ യോഗേന സുസമാധിന ഋഷികേശ സസർജദ്ഭിത പ്രജ. അവർ തപസ്സുകൾ ചെയ്യും, മനസ്സിനെ കേന്ദ്രീകരിച്ച് ഭക്തിയിലൂടെ ജീവിക്കും, രജോഗുണത്തിനെ എല്ലാം നിയന്ത്രിക്കും, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും എന്നൊക്കെ അവിടെ ദേവന്മാർ പറഞ്ഞു. എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ ബ്രഹ്മദേവൻ അദ്ദേഹത്തിൻ്റെ ഭക്തി, മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ശ്രേഷ്ഠരായിട്ടുള്ള ഋഷിമാരെ സൃഷ്ടിച്ചു എന്ന് ഇവിടെ പറയുന്നു. തേഭ്യശ്ചൈരാഗശാസ്വസ്യ ദേഹസ്യാംശമദജ്ജ യത്തത് സമാധി യോഗാർദ്ധി തപവിദ്യ വിരക്തിമത്. ഓരോ ബ്രഹ്മദേവന്റെ ആ തപസ്സിൽ നിന്നും വന്ന ഓരോ ബ്രഹ്മദേവന്റെ മക്കളായിട്ട് അറിയപ്പെടുന്നു. അവർക്ക് ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ നൽകി ധ്യാനവും മനോനിയന്ത്രണവും സിദ്ധികളും തപോബലവും വിരക്തിയും അങ്ങനെ ഓരോരോ മക്കൾക്കായിട്ട് നൽകി എന്നിവിടെ പറയുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ ഇവിടെ 20ാമത്തെ അധ്യായം കഴിയുകയാണ് സൃഷ്ടികർമ്മങ്ങളെക്കുറിച്ച്. അന്നേരം ഈ സൃഷ്ടികർമ്മങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഘടകങ്ങൾ വരുമ്പോൾ അത് എങ്ങനെയാണോ കേൾക്കുന്നത് അത് അതേപടി തന്നെ നമ്മൾ സ്വീകരിക്കുക. മനസ്സിലായില്ലേ? അത് ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന്. അത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം വരാതെ അത് ഓക്കെ ഇങ്ങനെ നടന്നു എന്ന് തന്നെ വിശ്വസിക്കുക. അപ്പോൾ എന്ത് പറ്റും? അതിനെക്കുറിച്ചുള്ള സാക്ഷാത്കാരമുണ്ട്. കാരണം ഈ ആധ്യാത്മിക കാര്യങ്ങൾ, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി വെച്ച് അളക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉയർന്ന ഇപ്പോൾ ഒരു വിമാനം ഒരു പൈലറ്റ് അതിങ്ങനെ പറപ്പിക്കുകയാണ്. അപ്പം നമുക്ക് അറിഞ്ഞുകൂടാ അത് വിമാനം എങ്ങനെയാണ് പറക്കും. നമുക്ക് നോക്കുമ്പോൾ അത് പറക്കുന്നു എന്ന് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ ആ വിമാനം ഉണ്ടാക്കിയ വ്യക്തികൾ, അത് ഓട്ടിക്കുന്ന വ്യക്തികൾക്ക് അറിയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിമാനം പറക്കുന്നു, അത്രേ ഉള്ളൂ. അവിടെ അതെങ്ങനെയാണ് വിമാനം പറക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അത് അറിയണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഒന്നുകിൽ പൈലറ്റായി പഠിക്കണം, അല്ലെങ്കിൽ ഈ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം, ആ പ്ലെയിൻ്റേതായിട്ടുള്ള, എങ്കിലേ നമുക്കത് മനസ്സിലാകാൻ പറ്റൂ. അന്നേരം ഇതിനെ യുക്തി വെച്ച് ചിന്തിക്കാതെ നമ്മൾ അത് സ്വീകരിക്കുക.
ഇപ്പം നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിലും പല കാര്യങ്ങളും പഠിക്കുമ്പോൾ പലതും ചിലപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷേ ടീച്ചർ പറയുന്ന അതേപടി നമ്മൾ സ്വീകരിക്കുമ്പോൾ ക്രമേണ അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കും, അല്ലേ? ഇപ്പം കുട്ടികൾക്ക് വേണ്ടി പുസ്തകം റെഡിയാക്കുന്ന വ്യക്തികൾ അവരും അതേപോലെ ചെറിയ ക്ലാസ്സുകൾ പഠിക്കുന്നവരല്ലല്ലോ, അവരൊക്കെ വലിയ വലിയ ടീച്ചേഴ്സാണല്ലോ. അങ്ങനെ അതേപോലെ ആചാര്യന്മാർ നമുക്ക് ഇത് പറഞ്ഞു നൽകിയിരിക്കുന്നത് അത് ഒരു നമ്മുടെ ഉള്ളിലുള്ള ഒരു ആകാംക്ഷയുണ്ടല്ലോ, സൃഷ്ടി എങ്ങനെ വന്നു. ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭഗവാനിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായത്. ഭഗവാനിൽ നിന്ന് ബ്രഹ്മദേവൻ വന്നു, ബ്രഹ്മദേവനിൽ നിന്ന് സൃഷ്ടി ഉണ്ടായി. എങ്ങനെ ഉണ്ടായി അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ വ്യാസ മഹർഷി അവിടെ എഴുതിയിട്ടുണ്ട് എന്നേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി. ഇപ്പോ മറ്റ് മതഗ്രന്ഥങ്ങളിൽ ഇതിനെ ഏറ്റവും ഇനിയും സിംപ്ലിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. അതൊരു കഥയിലൂടെയാണ് പറയുന്നത്. ഇപ്പോൾ ആദം ഈവ് എന്ന് പറഞ്ഞ ആദ്യത്തെ മനുഷ്യരുടേതായിട്ടുള്ള രീതിയിൽ അവിടെ ഒരു ആപ്പിൾ കഴിക്കേണ്ടതെന്ന് ദൈവം പറയുന്നു. പിന്നെ ഈദൻ ഗാർഡനിൽ എന്നിട്ട് അത് കഴിക്കുന്നു, ഒരു സർപ്പം എന്ന് പറയുന്നത് അതൊരു കഥയാണ്. ആ കഥയിലൂടെ കൊച്ചു കുട്ടികൾക്ക് എങ്ങനെയാണോ ഒരു കഥയിലൂടെ ഒരു തത്വം പറഞ്ഞു കൊടുക്കുന്നത്, അതേപോലെ ഒരു കഥ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു പേടകത്തെക്കുറിച്ചും പറയുന്നു. അങ്ങനെ അങ്ങനെ ഒരു പ്രളയത്തിന്റെ ആ ഒരു വശങ്ങളൊക്കെ ഒരു വളരെ ഷോർട്ടായിട്ട് പറയുകയാണ്. പിന്നെ ഈ ഈശ്വരൻ നോട്ടത്തിലൂടെ ഈ ലോകത്തെ സൃഷ്ടിച്ചു അവിടെ പറയുന്നുണ്ട്. സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നു. അന്നേരം ഒരു മിനിമൈസ്ഡ് വെർഷനാണ്. ഖുറാനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും സൃഷ്ടികൾ ഏറ്റവും മിനിമം രീതിയിലാണ് പറയുന്നത്. അതിൽ നിന്ന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഭാഗവത്തിൽ പറയുന്നത്, മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തലങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ഇതിൻ്റെ ഡീപ്പ് വശങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിൽ കൂടുതൽ റിസർച്ച് ചെയ്യണം. എങ്ങനെ റിസർച്ച് ചെയ്യണം? ശാസ്ത്രങ്ങളെ കൂടുതൽ പഠിക്കണം, കൂടുതൽ അതിനെക്കുറിച്ച് ആചാര്യന്മാരുമായിട്ട് ചർച്ച ചെയ്യണം. അതിലൂടെ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് മോഡേൺ സയൻസും സ്പിരിച്വൽ സയൻസും കൂടെ കണക്ട് ചെയ്യാൻ വരെ പറ്റും. അങ്ങനെയാണ് ഇതിനെ പഠിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ മോഡേൺ സയൻസിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഈ ഗ്രന്ഥങ്ങളെയൊക്കെ തള്ളിക്കളയുകയാണ്. പക്ഷെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഗ്രന്ഥങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അതായത് പട്ടി ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പോലെയാണ്. ചന്ദ്രന് എന്ത് ബുദ്ധിമുട്ടുണ്ടാകണം, അല്ലേ? അന്നേരം അത് അവർക്കിത് സ്വീകരിക്കാൻ പറ്റാത്തതും ഇത് അംഗീകരിക്കാൻ പറ്റാത്തതും അവരുടെ പോരായ്മകളാണ്. കാരണം ആസുരിക പ്രവണതയുള്ള വ്യക്തികൾ നമ്മളിപ്പം പഠിച്ചില്ലേ, തമസ്, അന്ധതമിശ്രം, അതിലൊക്കെ ഇരിക്കുന്ന ആ വ്യക്തികൾക്ക് എങ്ങനെയാണ് ഈ ഉയർന്ന തത്വങ്ങൾ മനസ്സിലാക്കാൻ കഴിയും? അന്ധകാരത്തിൽ ജീവിക്കുന്നവർക്ക് പ്രകാശത്തിൻ്റെ വില എന്താണെന്ന് അറിയാൻ കഴിയുക, അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ഭാഗവതം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നാളെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. പിന്നെ എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് പറയുന്ന വീഡിയോ ഇന്ന് വൈകിട്ട് അടുത്ത സെക്ഷൻ അപ്ലോഡ് ആവുന്നതായിരിക്കും. എല്ലാവർക്കും ഇന്നത്തെ ഭാഗവതം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നാളെ രാവിലെ ഭഗവാന്റെ കാരണത്താൽ നെറ്റിൻ്റെ അധികം ബുദ്ധിമുട്ടുണ്ടായില്ല, കുറച്ച് ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും നമുക്കിങ്ങനെ ഭാഗവതം ചർച്ച ചെയ്യാൻ ഒരു അവസരം തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? ഇനി നാളെ രാവിലെ 7 മണിക്ക് നമുക്ക്. ഹരേ കൃഷ്ണ. നദ്രാജ് ശ്രീമദ് ഭാഗവതം की प्रभुपाद जी की जय, गुरु महाराज की जय, चैतन्य महाप्रभु की जय, पंचतत्वा की, श्री राधा मदन गोपाल जी की जय, वृंदावन धाम की जय।